രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തേക്ക് വന്നപ്പോൾ ഇന്ത്യ മുന്നണിയും രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ജനതയും ഇന്ത്യ മുന്നണിയും വലിയ കരുത്ത് കാണിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. സാങ്കേതികമായി NDAക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് പറയാമെങ്കിലും 2014-ലും 2019-ലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ BJPക്ക് ഇക്കുറി ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. മോദിയുടെ പ്രഭാവം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ പലയിടത്തും ഇല്ലാതായിരിക്കുന്നു എന്ന കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത്. ഉത്തർപ്രദേശിൽ BJPക്ക് മുകളിലേക്ക് ഇന്ത്യ സഖ്യം കയറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജസ്ഥാനിൽ കോൺഗ്രസ് തിരിച്ചു വരുന്നു. കോൺഗ്രസ് സഖ്യം 10-11 സീറ്റുകളിൽ ജയിക്കുന്നു. അതുപോലെ കർണാടകയിൽ 10 സീറ്റിൽ കോൺഗ്രസ് ജയിക്കുന്നു. തമിഴ്നാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഇന്ത്യ സഖ്യം തൂത്തുവാരുന്നു. ഇതൊക്കെയാണ് രാജ്യത്തിന്റെ പൊതുകാഴ്ചയെങ്കിൽ കേരളത്തിലും അപ്രതീക്ഷിതമായ ചില ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നു. തൃശ്ശൂരിൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് ഒരു BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുന്ന കാഴ്ച കാണുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു കരുത്ത് കാട്ടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കണ്ട തെരഞ്ഞെടുപ്പ് ഫലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഫലമാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഈ ഫലം വിശകലനം ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഫലത്തിന്റെ വിശകലനത്തിലേക്ക് കടക്കാം. ഈ പ്ലാറ്റ്ഫോമിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വന്ന എക്സിറ്റ് പോളുകളെ കുറിച്ചുള്ള ചർച്ച നമ്മൾ സംഘടിപ്പിച്ചപ്പോൾ ഈ എക്സിറ്റ് പോളിന്റെ വിശ്വാസ്യത അത് എക്സിറ്റ് പോളിനെ കവച്ചു വെക്കുന്ന അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളിക്കളയുന്ന ഒരു ഫലമായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്ന് അഭിപ്രായപ്പെട്ട പാനൽ തന്നെയാണ് ഇന്നും നമുക്കൊപ്പം ഉള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ ദ എയ്ഡും റിസാല അപ്ഡേറ്റും ചേർന്ന് നടത്തിയ ഈ ചെറിയ പ്ലാറ്റ്ഫോമിൽ മറ്റ് സംസ്ഥാനങ്ങൾ കേരളം ഒഴിച്ച് കേരളത്തിലെ 20 മണ്ഡലങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ അനലൈസ് ചെയ്തപ്പോൾ അവിടുത്തെ പൾസ് എന്താണ് എന്ന് കൃത്യമായി വിശകലനം ചെയ്തിരുന്നു നമ്മൾ എന്നത് ഓർക്കണം. നമ്മൾ അന്ന് വിശകലനം ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് നമുക്ക് കാണാം. രാജസ്ഥാനിൽ, ഉത്തർപ്രദേശിൽ, ഹരിയാനയിൽ, കർണാടകയിൽ ഒക്കെ ഏതാണ്ട് അതേപോലെ തന്നെ, ആസമിൽ ഒക്കെ ഏതാണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പറഞ്ഞ അതേ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന കാഴ്ചയും നമുക്ക് കാണാം. അത് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലേക്ക് ഫലത്തിൻ്റെയും അതിൻ്റെ പൊരുളും എന്ത് എന്ന് അന്വേഷിക്കുന്ന അവലോകനത്തിലേക്ക് കടക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് രാജ്യത്തെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകരായ വെങ്കടേഷ് രാമകൃഷ്ണൻ, സിബി സത്യൻ, സണ്ണി സെബാസ്റ്റ്യൻ, ശ്രീജിത്ത് ദിവാകരൻ എന്നിവരാണ്. ഞാൻ ആദ്യം സണ്ണി സെബാസ്റ്റ്യനിലേക്ക് പോകുന്നു. സണ്ണി സെബാസ്റ്റ്യൻ, നമ്മളിത് പറഞ്ഞു തുടങ്ങുമ്പോൾ രാജസ്ഥാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു തുടങ്ങിയത്. രാജസ്ഥാനിൽ തങ്ങളുടെ വിശകലനം ഏതാണ്ട് ശരിയാകുന്ന അല്ലെങ്കിൽ ഏതാണ്ടല്ല പൂർണ്ണമായും ശരിയാകുന്ന ഒരു കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണുന്നത്. ഹരിയാനയിലും അത് സംഭവിച്ചിരിക്കുന്നു. ഒരു എന്താണ്, അതായത് ഭരണവിരുദ്ധ വികാരമാണോ അതോ മോദിയുടെ പ്രഭാവം എന്നുള്ളതിനെ ജനം തള്ളിക്കളഞ്ഞ കാഴ്ചയാണോ? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്? രാജസ്ഥാന്റെയും ഹരിയാനയുടെയും റിസൾട്ടില്, പഞ്ചാബ്, ഹരിയാന ഈ ഏരിയയിലുള്ള റിസൾട്ടില് നമ്മൾക്ക് വളരെ ചാരിതാർത്ഥ്യം ഉണ്ടാവാം. കാരണം നമ്മൾ ഇത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഓൾമോസ്റ്റ് മോറോർലെസ് ആ മാതിരി തന്നെ ആ പാറ്റേണിൽ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്താ ചോദിച്ചാൽ BJP ഇപ്പൊ അധികാരത്തിൽ വന്ന ഒരു സ്റ്റേറ്റ് ആണ്. BJP അധികാരത്തിൽ വന്ന ഛത്തീസ്ഗഡിലും അധികാരത്തിൽ തിരിച്ചു വന്ന ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിൽ അവർ അധികാരത്തിലുണ്ടായിരുന്നു. അതുമാതിരിയുള്ള റിസൾട്ട് കോൺഗ്രസിന് കിട്ടിയില്ല. ഏറ്റവും വലിയൊരു ഫാക്ടർ എനിക്ക് തോന്നുന്നത് അലയൻസ് ആണ്. ഇന്ത്യ അലയൻസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാനുള്ളത്, അലയൻസ് പാർട്ട്നേഴ്സ് 3 പേരും ജയിച്ചു എന്നുള്ളതാണ്. ബാൻസ്വാഡയിലും നാഗോറിലും സീക്കറിലും ജയിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. കാരണം 34 വർഷമായെന്ന് തോന്നുന്നു. അതിനു മുമ്പാണ് ആദ്യത്തെ CPM MP ഇവിടുന്ന് ഉണ്ടായത്. ശിവപത് സിംഗ് മക്കസർ എന്ന് പറഞ്ഞു ബീക്കാനീറിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇപ്പൊ അമരാറാം സീക്കറിൽ നിന്ന് ജയിച്ചിരിക്കുന്നത്. ഓവറോൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇലക്ഷൻ കവറേജിന് പോയപ്പോൾ തന്നെ തോന്നിയത് മാതിരി മോദിയുടെ ഇമ്പാക്റ്റിൽ വളരെയധികം അതിനകത്ത് ആ ഇമേജിൽ വളരെയധികം ശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ മോദിയെ പറ്റി ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളോട് കയർത്ത് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മോദിയെ പറ്റി എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മ്യൂട്ടഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അത് പ്രത്യേകിച്ച് ഓക്കെ എന്ന് അവർ എതിർക്കുന്നുമില്ല, അല്ലെങ്കിൽ അത് കൗണ്ടർ ചെയ്യുന്നില്ല, കോൺടെസ്റ്റ് ചെയ്യുന്നില്ലാത്ത സിറ്റുവേഷൻ. അതർ ദാൻ അപ്രകാശിലുള്ളവർ അത് ചലഞ്ച് ചെയ്യുമായിരുന്നു. മോദിയുടെ അപ്രമാദിത്യം മാതിരിയുള്ള ആ സിറ്റുവേഷൻ ചലഞ്ച് ചെയ്യുമായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ നമ്മളുടെ കൂടെ കൂടിയില്ലെങ്കിൽ പോലും അത് പ്രത്യേകിച്ചൊന്നും റിയാക്ട് ചെയ്യാതെ വിടുന്നതായിരുന്നു.
ഈ രാജസ്ഥാൻ, യു പി, രാജസ്ഥാൻ, ഹരിയാന എന്നിങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൺഎംപ്ലോയ്മെന്റും പ്രത്യേകിച്ച് ആർമി ജോബ്സ്, അഗ്നിവീർ, ഇതിന് വളരെ ഇതൊരു വലിയൊരു ഘടകമായിരുന്നിരിക്കണം ആൾക്കാർ ഇതുപോലെ ഇത് റിയാക്ട് ചെയ്യാനായിട്ട്, ഈ BJP-യെ അൺസീറ്റ് ചെയ്യാനായിട്ട്. UP-യിലുള്ള ഈ ഡെവലപ്മെന്റ് ഇന്ത്യക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. കാരണം UP സംഭവിക്കുന്നത്, UP-യിൽ ഇതുമാതിരി സപ്പോർട്ട് ബേസ്ഡ് ലീക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, ഇറോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് BJP-ക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതൊരു വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സത്യം പറയട്ടെ, സൗത്തിൽ നിന്നുള്ള റിസൾട്ടുകളാണ് ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. കേരളം സാരമില്ല, ഒരു സീറ്റ്, പക്ഷെ ഇത് വലിയൊരു സിമ്പിളാണ്. ഒരു സീറ്റ് ഒരു വലിയ സിമ്പിളാണ്. 1-15 സീറ്റ് വരെ വരും അസംബ്ലിയിൽ ക്ലെയിം. അതുമാതിരി തന്നെ കർണാടക ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണ്. ആന്ധ്രാപ്രദേശിലെ റീജിയണൽ പാർട്ടീസിന്റെ എമർജൻസി കാരണമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. പക്ഷെ ഓൾ ടുഗദർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ആൾക്കാർ റിയാക്ട് ചെയ്യുന്നു, ആൾക്കാർ അവരുടെ ക്ഷമ നശിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഇൻഡിക്കേഷൻ. റൈറ്റ്. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, 400-ലധികം സീറ്റിൽ വിജയിക്കും എന്ന ആത്മവിശ്വാസമോ അഹങ്കാരമോ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അവരുടെ പ്രചാരണം ആരംഭിക്കുന്നത്. പിന്നീട് 400 പാർ എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പിന്നാക്കം പോകുന്നു. അതികഠിനമായ വർഗീയ വിദ്വേഷം വമിക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങളിലേക്ക് പോകുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പൈസ ഇല്ലാത്ത ഘട്ടം ഉണ്ടാക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, IT ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നേതാക്കളെ നേരിടുന്നു, നേതാക്കളെ അടർത്തിയെടുക്കുന്നു. ഇങ്ങനെ പല കാഴ്ചകൾക്ക് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇത് എത്രമാത്രം വലിയൊരു പ്രഹരമാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP-ക്കുള്ളത്, അതുപോലെ തന്നെ എത്രമാത്രം വലിയ ആത്മവിശ്വാസമാണ് ഇപ്പുറത്ത് ഇന്ത്യ സഖ്യത്തിന് നൽകുന്നത്? സംശയമൊന്നുമില്ല, ഇതില് നരേന്ദ്രമോദിയുടെ ടൈപ്പ് ഓഫ് പോളിറ്റിക്സ്, അതായത് BJP-ക്ക് അകത്ത് തന്നെ ഒരു നരേന്ദ്രമോദി ടൈപ്പ് ഓഫ് പോളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞ 10 വർഷത്തിൽ, അത് ആദ്യത്തെ 5 വർഷത്തിന് ആരംഭിച്ചു, കഴിഞ്ഞ 10 വർഷം അവസാനത്തെ 5 വർഷം ആകുമ്പോഴേക്ക് അത് വളരെ ഗതിവേഗം പ്രാപിച്ചു. ആ ടൈപ്പ് ഓഫ് പോളിറ്റിക്സിന്റെ രൂപഭാവങ്ങളാണ് നിങ്ങൾ വർണ്ണിച്ചത്. അതായത് പ്രതിപക്ഷ നേതാക്കന്മാരെ, മുഖ്യമന്ത്രിയോടക്കം ഉള്ള ആൾക്കാരെ പിന്നെ അഴിമതി കേസിൽപ്പെടുത്തി ജയിലിലടക്കിയ, മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള അവർക്കുള്ള ആക്സസ് നിഷേധിക്കുക, പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള അതിഭീകരമായ വർഗീയത പ്രചരിപ്പിക്കുക, അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തി ഒരു ഹിന്ദുത്വ വികാരമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുക. ഇതിനെല്ലാം ഏറ്റ അതിഭീകരമായ ഒരു തിരിച്ചടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഉത്തർപ്രദേശ് പോലെ സംസ്ഥാനത്ത് ഈ പാൻ ഹിന്ദു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം അത്ഭുതകരമായി, അതായത് ഈ പാൻ ഹിന്ദു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ വളരെ ഭീകരമായി പരാജയപ്പെട്ട് നമ്മൾ കാണുന്നത് 1993 ബാബറി മസ്ജിദ് തകർത്തതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും ചേർന്നുണ്ടാക്കിയ മുന്നണി വളരെ മൂർത്തമായും രാഷ്ട്രീയമായ സംഘടനാ തലത്തിൽ തന്നെ പിന്നോക്ക ജാതി വിഭാഗങ്ങളും പ്രബലമായ ഒരു പിന്നോക്ക ജാതി വിഭാഗങ്ങളും പ്രബലമായ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് കാണിച്ചത്. പക്ഷേ സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയമായ സംഘടനാപരമായിട്ടുള്ള ഐക്യം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും ദളിത് വോട്ടർമാരിൽ വലിയ വിഭാഗം ഈ ഭാഗത്തേക്ക് തിരിയുന്നത് ഇത് നമ്മൾ ഉത്തർപ്രദേശിന്റെ ചർച്ച നടത്തുന്ന സമയത്ത് നമ്മളത് പരാമർശിക്കുകയുണ്ടായി. അതായത് എങ്ങനെയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും തമ്മിലുള്ള സഖ്യം, കോൺഗ്രസിന്റെ പഴയ ദളിത് ആഭിമുഖ്യം, അതെല്ലാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ് പാർട്ടി സഖ്യത്തെക്കാൾ വേരോട്ടവും ആക്കവും വേഗവും ഒക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവാണ്. അതായത് കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് ഈ 2014 മുതൽ മോദി പറയുകയും തുടരെയായിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളിലും, സംസ്ഥാന തെരഞ്ഞെടുപ്പിലായാലും ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എന്ന്, അതിലേക്കാണ് ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന തോന്നലുണ്ടാക്കാൻ, രാഷ്ട്രീയ നിരീക്ഷകരിൽ പോലും ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി
മോദിക്കും മോദിയുടെ പ്രചാരകർക്കും കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ്. അതിൽ തീർച്ചയായും നമ്മൾ രാഹുൽ ഗാന്ധിക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. അഗെയിൻസ്റ്റ് ഗ്രേറ്റ് ഓഡ്സ്, അതായത് പല തരത്തിലുള്ള കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല മുതിർന്ന നേതാക്കന്മാരും പറഞ്ഞപ്പോഴും ഈ ഇന്ത്യ മുഴുവൻ നടക്കുക എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ആശയത്തിന്റെ പിറകെ പോയിട്ട് അത് നടപ്പാക്കിയെടുക്കുന്നതിലൂടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലെഫ്റ്റ് ഓഫ് സെന്റർ അജണ്ട മുന്നോട്ട് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട കാര്യം. മറുവശത്ത് സൈദ്ധാന്തികമായി പരിശോധിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി പ്രതിദാനം ചെയ്തത് തീവ്രമായ ഹിന്ദുത്വ വർഗീയതയും അതോടൊപ്പം ക്രോണി ക്യാപിറ്റലിസ്റ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതലാളിത്ത ആഗോളവൽക്കരണ പാതയുമാണ്. ആ രണ്ട് സാധനങ്ങൾക്കുമെതിരെ സൈദ്ധാന്തികമായ നിലപാടെടുക്കും. ഷോർട്ട് കട്ടുകൾ ചെയ്യാൻ തയ്യാറല്ല എന്ന് പരക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പലപ്പോഴും നമുക്കൊക്കെ അപഹാസ്യമെന്നോ ചിലപ്പോഴൊക്കെ വേണ്ടത്ര വീണ്ടും വിചാരമില്ലാതെ എടുത്തു ചാട്ടിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയെങ്കിലും തീർച്ചയായും ഈ കോൺഗ്രസിന്റെ റിവൈവലിന് രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസ് പാർട്ടി വലിയ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് സന്ദേശങ്ങളാണ്. ഒന്ന്, മോദി ബ്രാൻഡ് ഓഫ് പോളിറ്റിക്സിന് കിട്ടിയിട്ടുള്ള പ്രഹരം, മറുവശത്ത് രാഹുൽ ഗാന്ധി ബ്രാൻഡ് ഓഫ് പോളിറ്റിക്സിന് കിട്ടിയിട്ടുള്ള ഒരു വലിയ അംഗീകാരം. അതോടൊപ്പം ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള, ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ അയക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പുതിയ തരത്തിലുള്ള ഒരു സാമൂഹിക ഐക്യം, അത് അഖിലേഷ് യാദവ് കോയിൻ ചെയ്തിട്ടുള്ള PDA എന്ന മുദ്രാവാക്യം, പിച്ചട, ദളിത്, അല്പസംഖ്യക്, പിന്നോക്കജാതി വിഭാഗക്കാർ, ദളിതർ, മതന്യൂനപക്ഷങ്ങൾ, ഇവരുടെ ഒരു ഐക്യം, ആ ഐക്യം തീർച്ചയായും വളരെ പ്രകടമായി വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഭാവി പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി തന്നെ ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യ രൂപീകരണത്തിലും ഇത്തരത്തിലുള്ള ഒരു പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നതിലുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഇത് ഈ ഉത്തർപ്രദേശിന്റെ കാര്യം നമ്മൾ സംസാരിച്ചപ്പോൾ 1993 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം നടന്നൊരു തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അപ്പോൾ പോലും ഇപ്പോൾ കാണുന്ന വിധത്തിലുള്ളൊരു വിജയം ഒരുപക്ഷെ SP കോൺഗ്രസ് സഖ്യത്തിനുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ, വിജയമുണ്ടാകും, കൂടുതൽ സീറ്റ് ഉണ്ടാകും എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇത്തരം വലിയൊരു മിന്നുന്ന പ്രകടനം അവിടെ ഉണ്ടാകും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ വിജയം നേടുമ്പോൾ പോലും ആ വിജയിക്കുന്ന സീറ്റുകളിലൊക്കെ വലിയ ഭൂരിപക്ഷം SP കോൺഗ്രസ് സഖ്യത്തിനുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 3 ലക്ഷത്തിന് മുകളിലാണ്. അമേഠിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 1 ലക്ഷത്തിന് മുകളിലാണ്. വാരണാസിയിലാകട്ടെ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിന് മുകളിൽ മാത്രമാണ്. അപ്പോൾ ഈ നിലയിലേക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാൻ വലിയ ഈ പറയുന്ന ഇക്വേഷൻസിന് അപ്പുറത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ ഫൈറ്റ് ചെയ്തത്, ഞാൻ മറ്റേ ഉത്തർപ്രദേശിൽ സംസാരിക്കുമ്പോൾ ഞാനത് പൂർവാഞ്ചൽ വിഷയത്തെ പറ്റി ഞാൻ പറയണ്ടായി. പൂർവാഞ്ചലിൽ വാരണാസി ഒഴിച്ചുള്ള മണ്ഡലങ്ങളിൽ ഞാൻ കണ്ട സിറ്റുവേഷൻ മാസസ് വേഴ്സസ് മോഡി എന്നുള്ളതായിരുന്നു. ജനങ്ങളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നയിച്ചത്. പ്രതിപക്ഷം അതിന്റെ മുമ്പിൽ കയറിപ്പോ നിന്നു മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് NT രാമറാവിന്റെ ആദ്യത്തെ തെലുഗുദേശം വിജയത്തെ പറ്റിയിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ യാതൊരു പരിചയമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ആന്ധ്ര ഗൗരവം എന്ന് പറയുന്നൊരു മുദ്രാവാക്യം അദ്ദേഹം ഉയർത്തുകയും, അതായത് അന്നത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അഞ്ജയ്യ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയുടെ ഷൂസ് എടുത്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുകൊടുക്കുന്ന ഒരു ദൃശ്യം ഉണ്ടാവുകയും ഒരു ഫോട്ടോ വരികയും, ആ ഫോട്ടോ ആന്ധ്ര ഗൗരവത്തിന് ഏറ്റ വലിയ ക്ഷതമായിട്ട് NT രാമറാവു അവതരിപ്പിക്കുകയും ആ അഭിപ്രായ പ്രകടനം ഒരു വൈകാരിക തരംഗമായി ആന്ധ്രാപ്രദേശിൽ മുഴുവൻ, അന്ന് അവിഭക്ത ആന്ധ്രാപ്രദേശാണ്, അവിടെ മുഴുവൻ പടർന്നു വരികയും ആ വരുന്ന ഒരു ജനക്കൂട്ടത്തിന്റെ വൈകാരികമായ തള്ളിച്ചയ്ക്ക് മുമ്പിൽ നിൽക്കാൻ വേണ്ടി ഈ പുതിയ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആദ്യത്തെ വിജയത്തെ പറ്റി പറയുന്നത്. സമാനമായ രീതിയിൽ ഈ പറഞ്ഞ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഉത്തർപ്രദേശിൽ. പ്രത്യേകിച്ചും 400 പാർ എന്ന മുദ്രാവാക്യത്തിന്റെ കൂടെ BJPയുടെ ഉത്തർപ്രദേശിലെ തോറ്റുപോയിട്ടുള്ള 3 സ്ഥാനാർത്ഥികളടക്കം, അത് അയോധ്യയിലെ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ മീററ്റിലെ BJP സീറ്റ് കിട്ടിയ അരുൺ ഗോവിൽ, ഇവർ രണ്ടുപേരും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ അവര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ,
400 സീറ്റ് എന്തിനാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഭരണഘടനയെ ഒന്ന് അടിമുടി മാറ്റി മറിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് 400 സീറ്റ് വേണമെന്നാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും പറഞ്ഞത്. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം മാറിയത്. അത് ദളിത് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുരണനങ്ങൾ അതിഭയങ്കരമായിരുന്നു. അതായത് ദളിത് സമൂഹത്തിന് ഏതെങ്കിലും ഒരു ദൈവം യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് ബാബാ സാഹേബ് അംബേദ്കറാണ്. അപ്പൊ അംബേദ്കർ ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനയെ തച്ചുപൊളിക്കാൻ വേണ്ടി ഇവർ 400 സീറ്റിന് വേണ്ടി പ്രയത്നിക്കുന്നു. അതോടൊപ്പം ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഭീകരമായ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ജനങ്ങൾ ഈ സാധനം ഏറ്റെടുക്കുന്ന, ഉദാഹരണത്തിന് ഫൂൽപൂരിൽ രാഹുൽ ഗാന്ധിയും അഖിലേഷും പോയിട്ടുള്ള യോഗത്തിൽ സംഭവിച്ച കാര്യം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾ എന്ന് വെച്ചാൽ ഒരു അതിഭയങ്കരമായ, വളരെയധികം വൈകാരികമായ രീതിയിലുള്ള ഒരു അടുപ്പമാണ് അഖിലേഷ് യാദവിനോടും രാഹുൽ ഗാന്ധിയോടും ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചത്. അതുകൊണ്ട് ഈ പറഞ്ഞ സംഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അപ്പുറം ഇത് മാസസ് വേഴ്സസ് മോദി എന്ന് പറയുന്ന ഒരു തലത്തിൽ കൂടി ഇത് പ്രവർത്തിക്കുകയുണ്ടായി. ഞാൻ സി ബി സത്യനിലേക്ക് വന്നു. സി ബി സത്യൻ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഞെട്ടലുണ്ടാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അവിടെ ഈ ശിവസേനയെ പിളർത്തി, NCPയെ പിളർത്തി, അങ്ങനെ അവിടെ സർക്കാരിനെ അട്ടിമറിച്ച് ഒക്കെ BJP അവരുടെ കരുത്ത് കാട്ടാൻ ശ്രമിച്ചെടുത്ത് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCPയും കോൺഗ്രസും ചേർന്നുകൊണ്ട് അവിടെ NDAയെ രണ്ടാമതാക്കുന്ന, അല്ലെങ്കിൽ NDA പ്രതീക്ഷിച്ച നേട്ടത്തിനൊന്നും അടുത്തേക്ക് അടുപ്പിക്കാതെ നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ അവിടെ കണ്ടത്. എത്രമാത്രം വലിയൊരു ചേഞ്ചാണ് മഹാരാഷ്ട്ര ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നത്? രാജീവ്, ഞാൻ നേരത്തെ പലവട്ടം പറഞ്ഞിട്ടുള്ളത് പോലെ മറാഠ പ്രൈഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ സെൻസിറ്റീവായ ഒരു സംഗതിയാണ്. മറാഠ പ്രൈഡിനെ എപ്പോഴൊക്കെ മുറിവേറ്റിട്ടുണ്ടോ അപ്പോഴൊക്കെ അവരെ ശക്തമായിട്ട് തിരിച്ചടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചരിത്രം. ഇവനത് ശിവാജിയുടെ കാലം മുതൽ, ശിവാജി മഹാരാജന്റെ കാലം മുതൽ ഇങ്ങോട്ട് വളരെ കൃത്യമായ ഒരു സംഗതിയാണ്. ഞാൻ നേരത്തെ നമ്മുടെ ഇതിനു മുമ്പത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ശരത് പവാറിനെ തകർത്ത് കളയും എന്ന മുദ്രാവാക്യവുമായിട്ട് മോദി മഹാരാഷ്ട്രയിൽ കാലുകുത്തുന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു പോകാവുന്ന ഒരു പ്രതിപക്ഷ സഖ്യത്തെ ഒറ്റയ്ക്ക് ഉയർത്തിയെടുത്തത് ശരത് പവാറിന്റെ ശക്തിയായിരുന്നു. ഇപ്പൊ നമുക്ക് 83 വയസ്സുള്ള ആ മനുഷ്യൻ, അതായത് അടുത്ത വർഷം 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ പോവുകയാണ്. അദ്ദേഹം ക്യാൻസർ ബാധിതനായ, മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റാത്ത ആ ഒരു മനുഷ്യനാണ് ഒരുപക്ഷെ മൊത്തം ഈ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നട്ടല്ലായി നിന്നുകൊണ്ട് അതിന്റെ ആ മുഴുവൻ വൈകാരികതയെ ഒന്നിച്ച് തോളിലേറ്റിക്കൊണ്ട് ഈ ഗംഭീരമായ പ്രകടനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഉദ്ധവ് താക്കറയെ തകർത്ത് കളഞ്ഞു. അതായത് നമ്മൾ പച്ച മലയാളത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടുതുണി പോലും അഴിച്ചുകൊണ്ട് പോയ അവസ്ഥയിലായിരുന്നു ഉദ്ധവ് താക്കറെയും ശരത് പവാറും. കാരണം അവരുടെ ഒരുവിധപ്പെട്ട എല്ലാ MP-മാരെയും MLA-മാരെയും അടക്കം തൂത്തുവാരിക്കൊണ്ട് BJP പോയി. പക്ഷെ അവരുടെ കൂടെ ജനങ്ങളുണ്ടായിരുന്നു എന്ന സംഗതി BJP കാര്യമായി കണക്കിലെടുത്തിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. അതായത് MLA-മാരെ വൻ പണം കൊടുത്ത് വാങ്ങിയാൽ അവരുടെ ഒപ്പം മുഴുവൻ ജനങ്ങളും പോവില്ല. കാരണം ശിവസേന അടക്കമുള്ള പാർട്ടികൾ, NCP ആയാലും ശിവസേന ആയാലും, രണ്ട് പാർട്ടികളും മഹാരാഷ്ട്രയുടെ പാർട്ടികളാണ്. മഹാരാഷ്ട്രയുടെ ശക്തരായ പ്രാദേശിക പാർട്ടികളാണ്. അപ്പൊ അവരുടെ ഒരു വൈകാരികതയെ ഒട്ടും കണക്കിലെടുക്കാതെ പണത്തിന്റെയും അധികാരത്തിന്റെയും ഹുങ്കിൽ എന്തും ചെയ്യാൻ സാധ്യമാണ്, അല്ലെങ്കിൽ താനൊരു ജൂനിയർ അമിത്ഷായാണ് എന്ന് തെളിയിക്കാനുള്ള ഫഡ്നാവിസിന്റെ ശ്രമം, അദ്ദേഹത്തിന്റെ ഓവർ സ്മാർട്ട് ആയിട്ടുള്ള കളി, ഇതിനെല്ലാം കൂടി ജനങ്ങൾ ഒരു മറുപടി കൊടുത്തു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കോൺഗ്രസ് കാട്ടിയ വിട്ടുവീഴ്ച മനോഭാവം. അതായത് ഈ രണ്ട് പാർട്ടികൾ പിളർന്ന് വളരെ ദരിദ്രമായി പോയിട്ടും വളരെ ശുഷ്കമായി പോയിട്ടും അവർക്ക് ആവശ്യാനുസരണം സീറ്റ് വിട്ടുകൊടുക്കാൻ, അതായത് തങ്ങളെക്കാൾ കൂടുതൽ സീറ്റ് മത്സരിക്കാൻ ശിവസേനയ്ക്ക് വിട്ടുകൊടുത്ത കോൺഗ്രസിന്റെ ഒരു ഉദാരതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും കൂടെ ഒത്തുചേർന്നിട്ടാണ്, അതിനകത്ത് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹത്തിന്റെ ഭാഷാ പരിചയം. കാരണം ഇതിനു മുമ്പ് പലപ്പോഴും മഹാരാഷ്ട്രയിൽ വരുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭാഷ അറിയില്ല. എന്നാൽ അക്കാര്യത്തിലൊക്കെ രമേശ് ചെന്നിത്തല വളരെ അതായത് ആ വിട്ടുവീഴ്ചയും അനുനയവും അടങ്ങുന്ന തന്ത്രജ്ഞതയുണ്ട്. അതിന്റെ ഒരു ചാണക്യനായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ കുറെ കളികൾ. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ഗംഭീരമായിട്ട്, അതായത് ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ അതേ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യ സഖ്യം എവിടെയെങ്കിലും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലാണ്.
അതിന്റെ ഗുണഫലമാണ്. കാരണം ആ സഖ്യം ഇന്നൊന്നിലും ഉണ്ടായതല്ല, 2.5-3 വർഷം മുമ്പ് ഉണ്ടായതാണ്. അപ്പൊ ആ സഖ്യം ആ 3.5 വർഷത്തെ എല്ലാ ഉയർച്ചകളും താഴ്ചകളും ഒരുപോലെ അനുഭവിച്ച് മുന്നോട്ട് വന്ന ഒരു ഒരു സംഭവമാണത്. അപ്പൊ അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ഐക്യമുണ്ട്, അവർക്കിടയിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് വർക്ക് ചെയ്തതിന്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ റിസൾട്ട് എന്ന് പറയാതെ വയ്യ. നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ SP ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നോക്കി കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലും SP-യും കോൺഗ്രസുമായിട്ട് കുറച്ച് കാലമായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു ബാന്ധവമുണ്ട്. ആ ബാന്ധവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് മികച്ച പ്രകടനം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. അതായത് UP ആക്ച്വലി ഞെട്ടിച്ചു കളഞ്ഞ ഒരു എന്താ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലമാണ്. നമ്മളിപ്പം ഈ മൊത്തത്തിലെ എക്സിറ്റ് പോളുകളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഫലം ആശ്വാസം പകരുന്നതാണെങ്കിലും നമ്മളൊരു കാര്യം മറക്കാതിരിക്കുക, ഇപ്പോഴും NDAക്ക് തന്നെയാണ് ഭൂരിപക്ഷം, NDA തന്നെയാണ് ഭരിക്കാൻ സാധ്യത. പക്ഷേ ഏക ആശ്വാസം ഉണ്ടാകുന്നത് ഈ ഭരിക്കുന്ന NDAയിൽ മോദിയും ഷായും ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ്. കാരണം മോദിയുടെയും ഷായുടെയും നേതൃത്വത്തിൽ NDA സഖ്യത്തിലേക്ക് ചേരാൻ പോകുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും ആത്മഹത്യാ മുനമ്പിലാണ്. അവരുടെ മുഴുവൻ MP-മാരെയും തപ്പിയെടുത്ത് നിമിഷങ്ങൾക്കുള്ളിലൊരു വലിയ എന്താ പറയാ BJP-യിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള ഒരു ശേഷി മോദിയും ഷായും കാണിക്കും. അതിന് ആ ഒരൊറ്റ ഫാക്ടർ ആയിരിക്കും ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ NDA അധികാരത്തിൽ നിന്ന് തടയുന്ന ഒരു ഘടകം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. ശ്രീത്ത്, നമ്മൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒക്കെയാണ് നമ്മൾ ഇലക്ഷന് മുമ്പ് സംസാരിച്ചത്. ഞാൻ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കൊപ്പം വെസ്റ്റ് ബംഗാളോട് ചേർത്തിട്ടാണ് ശ്രീത്തിനോട് ചോദിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ BJP വലിയ പ്രതീക്ഷ വെച്ചിരുന്നു. 26 സീറ്റ് വരെയായിരുന്നു ലക്ഷ്യം. അതായത് മറ്റിടങ്ങളിലെ നഷ്ടം ബംഗാളിൽ നികത്തും എന്ന് BJP അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അസാധ്യ പ്രകടനം, പ്രത്യേകിച്ച് സന്ദേശ് ഖാലി പോലെയുള്ള വിഷയങ്ങളുണ്ടാവുകയും അതിനെ അതിവൈകാരികവും വർഗീയവുമായിട്ട് ഉപയോഗിക്കാൻ BJP ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ TMC നേടുന്ന ഒരു വലിയ വിജയം ബംഗാളിൽ നമ്മൾ കാണുന്നു. അതുപോലെ മണിപ്പൂരിൽ 2 സീറ്റിലും കോൺഗ്രസ് ജയിക്കുന്നു. ഈ ഫലങ്ങളെ എങ്ങനെയാണ് ശ്രീത്ത് വിശകലനം ചെയ്യുന്നത്? അല്ല, നമ്മള് ഈ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറെ കാലമായിട്ട് എന്തോ ഒരു കൃത്യമായ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടായി വരുന്നുണ്ട് എന്ന് ദേശീയാടിസ്ഥാനത്തിൽ പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അത് തെറ്റാണെന്നും അത് യഥാർത്ഥത്തിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള ചില സാഹചര്യങ്ങളുടെ പുറത്ത് പ്രാദേശിക പാർട്ടികൾ ഉണ്ടാകുന്ന വിജയത്തില് BJP പങ്കുചേരുക മാത്രമാണ് ചെയ്തതെന്നുള്ളൊരു വാസ്തവം അവിടെ എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പശ്ചിമ ബംഗാളില് കഴിഞ്ഞ തവണ BJP നേടിയ 2019 BJP നേടിയ വിജയം എന്ന് പറയുന്നത് അവർക്ക് കഴിയുന്ന ഏതാണ്ട് ഒരു മാക്സിമം വിജയത്തിലേക്ക് ആണ് അവര് കഴിഞ്ഞ തവണ എത്തിയിരുന്നത്. പക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോഴേക്ക് 2 വൈകാരിക പ്രശ്നങ്ങൾ BJP വളരെ രൂക്ഷമായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചു. ഒന്ന് ഈ പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് തിരിച്ചടിയായിട്ട് BJPക്ക് മാറും എന്നുള്ള കാര്യം അവർ ആലോചിച്ചില്ല. അത് പൗരത്വ ബില്ല് അതിനെ വളരെ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചത് അത് ഒരു തരത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ട് പശ്ചിമ ബംഗാളിൽ മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാര്യം. 2, തൃണമൂൽ കോൺഗ്രസിന് ഇതേപോലെ ഒരു വലിയ ഒരു വിപത്ത് ആണ്. കഴിഞ്ഞ തവണ തന്നെ നിങ്ങൾ BJPക്ക് ഇത്രയധികം സീറ്റ് കൊടുത്തു. അതൊരു വലിയ വിപത്തിലേക്കാണ് പശ്ചിമ ബംഗാളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പശ്ചിമ ബംഗാളിനെ ആകെ ഗ്രസിക്കുന്ന ഒരു ഭരണത്തിലേക്ക്, BJPയുടെ ഭരണത്തിലേക്ക് ഇത് മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു സന്ദേശം കൊടുക്കാനായിട്ട് മമതാ ബാനർജിക്ക് വളരെ കൃത്യമായിട്ട് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അവിടെ കാണാം. മാത്രമല്ല ഇത്തവണ ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അടക്കം പല സാഹചര്യത്തിലും വളരെ ഒരു അവധാനതയോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കാനായിട്ട് മമതാ ബാനർജി തയ്യാറായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നു. മറ്റൊരു കാര്യം, അവിടെ ശക്തി ആർജിച്ച കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും സാന്നിധ്യമാണ്. ഈ 2 ഭാഗത്തു നിന്നും ഈ 2 പാർട്ടികൾക്കും ആദ്യകാലത്ത് നമുക്കറിയാം BJP അവിടെ സജീവമായിട്ടുണ്ടായിരുന്നില്ല. അവിടെ നേരത്തെ തന്നെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന 2 പാർട്ടികൾ കോൺഗ്രസും ഇടതുപക്ഷവുമാണ്. ഇവർക്ക് ഒരു വലിയ വോട്ടിംഗ് പെർസെൻറ്റേജും അവിടെ ഉണ്ടായിരുന്നു. ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ ഒരു വലിയ വിഭാഗം BJPക്ക് അനുകൂലമായിട്ട് പോയത് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ആക്രമണത്തിനെ പലപ്പോഴും പേടിച്ചും തൃണമൂൽ കോൺഗ്രസിനെ എതിർപ്പാണ്
രാഷ്ട്രീയം എന്നിവർ കരുതിയിട്ടുമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായിട്ട് അവർ മാറുകയും അവരുടെ ഒരു പ്രാഥമിക അജണ്ട BJPക്ക് എതിരായിട്ട് അവർ മത്സരത്തെ നിശ്ചയിക്കുകയും ചെയ്തതിനു ശേഷം അവർ സജീവമായിട്ട് അവരുടെ വോട്ടുകൾ അവർക്ക് തന്നെ ലഭിക്കുന്ന തരത്തിലേക്ക് അവർ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. അതോടുകൂടി BJPയിലേക്ക് പോകുന്ന ഒരു വലിയ ശതമാനം വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിയുകയും ചെയ്തു. ഇപ്പൊ സാധാരണ ഇതിൽ നമ്മളിപ്പോ നമ്മളുടെ ഒരു പുറത്തു നിന്നുള്ള കാഴ്ചപ്പാടിൽ പലപ്പോഴും കരുതിയിരുന്നത് ഈ ഇടതുപക്ഷവും കോൺഗ്രസും ശക്തമായിട്ട് പശ്ചിമ ബംഗാളിൽ വരുമ്പോൾ അത് സെക്യുലർ സഖ്യത്തിന് എതിരായിട്ട് മാറും, അല്ലെങ്കിൽ അത് തൃണമൂലിന് ചിലപ്പോൾ ഒരു അടിയായിട്ട് മാറും എന്നുള്ളതായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന അതല്ല, മറിച്ച് ഇത് ഈ തൃണമൂലിന് എതിരായിട്ട് അല്ലെങ്കിൽ തൃണമൂലിന്റെ ഒരു ചെറുപ്പുനിൽപ്പായിട്ടായിരുന്നു, എതിരിനുള്ള ചെറുപ്പുനിൽപ്പായിട്ടായിരുന്നു ഇവരുടെ വോട്ടുകൾ പലപ്പോഴും മുൻകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് നേരെ മറിച്ച് അത് അവർക്കുള്ള വോട്ടുകൾ തന്നെയായി മാറിയതോടുകൂടി BJPയിലേക്ക് എത്തുന്ന വോട്ടുകളുടെ എണ്ണം അവിടെ കട്ട് ചെയ്യുകയും ചെയ്തു. ഇത് വളരെ നിർണായകമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മാറി. നമുക്കിപ്പോ പരിശോധിച്ച് നോക്കിയിട്ട് ഓരോ മണ്ഡലത്തിലുണ്ട്. ഇപ്പൊ ഇടതുപക്ഷത്തിനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരുന്ന ഒരു 3000 വോട്ട്, 4000 വോട്ട്, 6000 വോട്ട് എന്നൊക്കെ പറയുന്നത് 60,000-വും 40,000-വും 30,000 ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്ന തരത്തിലേക്ക് വോട്ടുകൾ മാറിയിട്ടുണ്ട്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഉണ്ടാക്കാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ വോട്ടിംഗ് പെർസെന്റേജിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വോട്ട് എനിക്ക് തോന്നുന്നു നേരത്തെ BJPയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വോട്ടായിരുന്നു. അതിനെ തിരിച്ച് ഇവരുടെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചെത്തിക്കാനായിട്ട് ഇവർക്ക് പറ്റിയത് തൃണമൂൽ കോൺഗ്രസിന് അടക്കം ഗുണമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കാണാവുന്നതാണ് നാഗാലാൻഡില് ഒരു തിരിച്ച് കോൺഗ്രസിൽ വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനായിട്ട് പറ്റി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ മണിപ്പൂരിൽ നിന്ന് BJPക്ക് എതിരായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തു. മേഘാലയയിലാകട്ടെ അഗതാ സംഘ പറഞ്ഞ രീതിയിൽ അവരുടെ ഏറ്റവും വലിയ നേതാക്കൾ ഒരാളായിരുന്നു. നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ നേരത്തെ കേന്ദ്രമന്ത്രിയും എല്ലാം ആയിരുന്നു. വളരെ സജീവമായിട്ടായിരുന്നു. നവദാസ് സംഘ ഇപ്പോ അവസാനം പരിശോധിച്ച് നോക്കുമ്പോൾ പോലും ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം വോട്ടിന് പുറകിലാകുന്ന സ്ഥിതിയിലാണ് ഇപ്പൊ സംഘമുള്ളത്. കോൺഗ്രസ് ആണ് അവിടെ നിൽക്കുന്നത്. അപ്പുറത്തെ ഒരു സീറ്റിൽ വിൻസെന്റ് ബാല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവാണ് അവിടെ നിൽക്കുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ പുറകിലാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മേഘാലയയിലും കോൺഗ്രസിന് തിരിച്ചു വരാനായിട്ട്. അപ്പൊ വടക്ക് കിഴക്കും ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഒഡീഷ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ സ്ഥലങ്ങളിലും BJPക്ക് അവർ വിചാരിച്ചിരുന്നത് UPയിൽ നിന്നോ ബീഹാറിൽ നിന്നോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നോ നഷ്ടപ്പെടുന്ന സീറ്റുകൾ തിരിച്ചു. ഞാൻ ശ്രീത്തിലേക്ക് തിരിച്ചു വരാം. വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി. വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ UPയിലെ കാര്യം പറയുന്നത് പോലെ തന്നെ പ്രധാനമായിരുന്നു ഒരു പക്ഷേ ബീഹാറിലെ കാര്യം. ബീഹാറിൽ RJD, കോൺഗ്രസ്, CPI-ML, CPI, CPM സഖ്യം ഇത് കുറെ കൂടെ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. JDUവിൻ്റെ സ്വാധീനം കുറയാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. പക്ഷേ നമ്മൾ കാണുന്നത് JDU ഒരു 14 സീറ്റ് വരെ നേടിയിട്ടുണ്ട്. ഈ UPയിൽ കൈവരിച്ച ഒരു നേട്ടം ബീഹാറിൽ ഒരുപക്ഷെ അത് ആവർത്തിക്കാൻ ഈ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അത് ഈ തുടക്കം മുതലേ നമ്മൾ അവിടുത്തെ സീറ്റിന്റെ കണക്ക് പറയുന്ന സമയത്ത് ഈ വലിയ രീതിയിലുള്ള ഒരു വിശാലമായ സഖ്യമാണ് ഈ ബീഹാറിലുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് ചർച്ച ചെയ്യുമ്പോഴും ഞാനത് സീറ്റിന്റെ തലത്തിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കാൻ, ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് പ്രതിഫലിക്കാൻ സാധ്യതയില്ല എന്ന് ഞാൻ ആ സമയത്തും അടിവരയിട്ടിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ജാതി സമവാക്യം ബീഹാറിലാണ് ഒരുപക്ഷെ ഈ ജാതി രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഏറ്റവും വലിയ ലബോറട്ടറി ബീഹാറാണ്. അപ്പൊ അവിടെ നിതീഷ് കുമാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ മുഖ്യമന്ത്രി പദത്തിൽ എല്ലാ മുന്നണികളുടെയും ഭാഗമായിട്ട് മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന EBC എന്ന് പറയുന്ന അല്ലെങ്കിൽ MBC എന്ന് പറയുന്ന ചെറിയ ചെറിയ പിന്നോക്ക ജാതി വിഭാഗങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ച് അവരെ JDUവിന്റെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ഭരണകാലത്തിൽ സാധിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LJPയിൽ നിന്നൊരു വിഭാഗത്തെ അടർത്തിയെടുത്ത് BJP ഒറ്റയ്ക്ക് മത്സരിപ്പിക്കുകയും അത് JDUവിന് വലിയ പാരയായി മാറുകയും അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ BJP പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കക്ഷി RJD ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ട്, അതായത് ഈ NDA സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ട് BJP മാറുകയും JDU ഒരു മാർജിനൽ പാർട്ടിയായി മാറുകയും ചെയ്തു. പക്ഷേ നിതീഷ് കുമാറിനുള്ള ബാർഗൈനിങ് സ്കിൽസും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആയിട്ട് തുടർന്നത്.
ഇത്തവണ സംഭവിച്ച എല്ലാവരും ഈ നിതീഷ് കുമാറിന് കുറെ ഒരു ഭാഗം ഉത്തർപ്രദേശിൽ സംഭവിച്ചതുപോലെ അവർ തിരിച്ച് ഇന്ത്യ സഖ്യത്തിനും അനുകൂലമായിട്ട് നിൽക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ ജാതി സമവാക്യങ്ങൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ബീഹാറിലെ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് 10 സീറ്റിൽ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന നാമമാത്രമായ നേട്ടം അത് JDU സീറ്റുകളിൽ നിന്നായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ അത്ഭുതകരമായി സംഭവിച്ചത് JDU സീറ്റുകൾ ശക്തിപ്പെടുകയും BJPക്കാണ് ഇവിടെ ബീഹാറിലും ഇന്ത്യ സഖ്യത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങളെല്ലാം അതിൽ ഭൂരിപക്ഷവും BJPയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോ ഇതിനെപ്പറ്റി ഞാനിപ്പോ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ ബീഹാറിലെ നമ്മുടെ ഒരു സഹപ്രവർത്തകരായിരുന്ന ആൾക്കാരോട് സംസാരിക്കുകയായിരുന്നു. അവരെല്ലാവരും പറയുന്നത് വെച്ചാൽ ഒരു അടിസ്ഥാനപരമായി ഒരു സോഷ്യൽ ജസ്റ്റിസിൽ ആധാരമാക്കിയിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ സ്വാധീനവും സാന്നിധ്യവും ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പിലുമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് അതിപ്പം ഈ ആൾക്കാരുടെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലൊക്കെ നിതീഷ് കുമാർ നടത്തിയിട്ടുള്ള ശ്രദ്ധയുടെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ വിശദാംശങ്ങൾ അവർ പിന്നീട് നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതാണ് ഈ JDUവിന് അടി കിട്ടുമെന്നാണ് നമ്മൾ തലക്കെട്ട് കൊടുത്തത്. നിതീഷിന് അടി കിട്ടും, മോദിക്ക് പറ്റുമെന്നാണ്. പക്ഷെ ഇവിടെ ബീഹാറിൽ അടി കിട്ടിയിരിക്കുന്നത് അടിസ്ഥാന മോദിക്കാണ്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഈ മോദിയുടെ പൊളിറ്റിക്കൽ സ്റ്റൈലിനെതിരായിട്ടുള്ള ഒരു വികാരമായി മാറുകയും ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ഒരാളെ ബെച്ചാര എന്ന് വിളിക്കും. ബെച്ചാര എന്ന് വിളിച്ചാൽ അയാളുടെ ഒരു അനുകമ്പയാണ്, അയാളൊരു പാവമാണ് എന്നുള്ളത്. അപ്പൊ നിതീഷ് അങ്ങനെ ഒരു ബെച്ചാര പദവിയിലേക്ക് ബീഹാറിൽ വന്നിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ മധ്യഭ്രമവും അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഈ ഒരു ബെച്ചാര പദവി അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ടെന്ന് വേണം സംശയിക്കാൻ. അതിപ്പോ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ തീർച്ചയായും നിതീഷിന്റെ പ്രകടനം വളരെയധികം അത്ഭുതകരമാണ്. ഇന്ത്യ സഖ്യത്തിന് ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ തുടക്കം മുതലേ പ്രതീക്ഷിച്ചിരുന്നില്ല. റൈറ്റ്. സണ്ണി സെബാസ്റ്റ്യൻ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുടക്കത്തിലേക്ക്, അല്ലെങ്കിൽ പ്രചരണത്തിൻ്റെ തുടക്കത്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമക്ഷേത്രമായിരുന്നു ആദ്യത്തെ BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന്. പിന്നെ അത് മോദിയുടെ ഗ്യാരണ്ടി ആവുന്നു. അതിനുശേഷം അതിനൊപ്പം പൗരത്വ നിയമ ഭേദഗതി, യൂണിഫോം സിവിൽ കോഡ്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്, പിന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വർഗീയമായി ജനത്തെ വിഭജിക്കാൻ പാകത്തിലുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ ഉപയോഗിക്കപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത്. എന്നിട്ടും അവർ പ്രതീക്ഷിച്ചതിൻ്റെ അടുത്ത് പോലും അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ മുദ്രാവാക്യങ്ങളൊക്കെ ചെറിയ കാലത്തേക്ക് ഒരുപക്ഷെ വൈകാരികമായ ഒരു ഇളക്കം ഇന്ത്യൻ ജനതയുടെ മനസ്സിലുണ്ടാക്കിയേക്കാം. അതിനപ്പുറത്തേക്ക് അതിനെ സ്വാധീനിക്കാൻ ഇത്തരം വൈകാരികമോ അല്ലെങ്കിൽ വർഗീയമോ ആയ മുദ്രാവാക്യങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുകൂടെ തെളിയിക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പ് ഫലം? തീർച്ചയായിട്ടും ഈ റിസൾട്ട് വളരെയധികം കാര്യങ്ങൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഹിന്ദുത്വ പ്രയോഗശാലയിൽ അവരുടെ പ്രയോഗങ്ങൾക്കൊരു അവസാനം വരാൻ പോവുകയാണ്. ഞാൻ എക്സ്ട്രീമായിട്ട് പറയുകയായിരിക്കാം, ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഇനിയും തുടരും. അതല്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ഗുജറാത്ത് കഴിഞ്ഞിട്ട് UP ഹിന്ദുത്വയുടെ ലബോറട്ടറി ആക്കി എടുത്തോണ്ടിരുന്നാണ്. ഞാനും വിചാരിച്ചു ഗുജറാത്ത് കംപ്ലീറ്റ് ടോട്ടലി ഹിന്ദു മുസ്ലിം ഡിവിഷൻ ക്രിയേറ്റ് ചെയ്ത് BJP അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ലാത്ത മാതിരി ഒരു സ്റ്റേറ്റ് ആക്കി ഓവർ എ പീരിയഡ് അവർ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ UPയും ആകുമെന്നായിരുന്നു എന്റെ ആശങ്ക. പക്ഷെ UP വേറൊരു എക്സാമ്പിൾ പറഞ്ഞാല് യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ ഗവർണൻസ്, അതായത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത ആൾ ചിലപ്പം അണ്ടർവേൾഡിന്റെ ക്യാരക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ആവാം, അല്ലെങ്കിൽ ഒരു സാധാരണ പൊളിറ്റീഷ്യൻ ആവാം. ആ എക്സ്ക്യൂസ് പറഞ്ഞ് അയാളുടെ വീട് ബുൾഡോസർ കൊണ്ട് ഡിമോളിഷ് ചെയ്യുക. അൺഫോർച്ചുനേറ്റ്ലി രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെന്റ് പോലും അതുപോലെ ഒരു എക്സാമ്പിൾ ചെയ്തു. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമാതിരി ഗവൺമെന്റ് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ജനങ്ങളിൽ എന്ത് തരത്തിലുള്ള കോൺഫിഡൻസ് ആ റൂൾ ഓഫ് ലോയിൽ ഉണ്ടാവുന്നത്? അത് ലോലെസ്നെസ് ആണ്. അതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പലയിടത്തും ഇത് നടന്നു.
യോഗി ആദിത്യനാഥ് പോലെയുള്ള റോങ് എക്സാമ്പിൾസ് ഓഫ് ലീഡർഷിപ്പ് വരാതിരിക്കാനും ഈ റിസൾട്ട് ഒരു കാരണമാകും. കാരണം ഇങ്ങനൊരു ഗവൺമെന്റ് കാരണമില്ലാതെ, കാരണം ഉണ്ടായിരിക്കാം, പക്ഷെ ആ കാരണം കൊണ്ടല്ല ഡിമോളിഷ് ചെയ്യാനായിട്ട്, ബിൽഡിങ്സ് ഡിമോളിഷ് ചെയ്യാനും ഫ്ലാറ്റ് ആക്കാനും നിലം പരിശാക്കാനും ഒന്നും ഒരു നിയമവും ഇല്ല. അയാൾ ചെയ്ത തെറ്റിന് അയാളെ ട്രയൽ ചെയ്ത് ശിക്ഷ കൊടുക്കുക വേണ്ടേ, ഉടനെ ബുൾഡോസർ അയക്കുക. അത് നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് ബാക്കിയുള്ളവരും അത് സ്വീകരിക്കുക. അതുമാതിരിയുള്ള റോങ് എക്സാമ്പിൾസ് ഒക്കെ സെറ്റ് ചെയ്ത യു.പിയിൽ ഈ ഡെവലപ്മെന്റ് വളരെ നന്നായിരിക്കുന്നു. പിന്നെയുള്ളത് മധ്യപ്രദേശാണ് ഇപ്പോൾ. പക്ഷെ മധ്യപ്രദേശിന്റെ കാര്യം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മധ്യപ്രദേശിൽ എക്സ്ട്രീം പോസ്റ്റേഴ്സ് ഹിന്ദുത്വവാദികൾ എടുത്തിട്ടില്ല. വ്യാപം എന്ന് പറയുന്ന അതിഭീകരമായ അഴിമതിയിൽ ഡസൻ കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി വന്നു. പക്ഷെ അതെന്തോ പ്രോപ്പറായിട്ട് കോൺഗ്രസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല, എക്സ്പോസ് ചെയ്യാൻ പറ്റിയില്ല. പറ്റാതിരിക്കാൻ ഒരു കാരണമുണ്ട്. അതിനകത്ത് കോൺഗ്രസ് ലീഡേഴ്സും കുറച്ചുപേർ ഇൻവോൾവ് ആയിരുന്നു. വളരെയധികം പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്കാൻഡലാണ് അഡ്മിഷന്റെ സ്കാൻഡൽ വ്യാപം. വളരെയധികം കാൻഡിഡേറ്റ്സും ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആത്മഹത്യയും ചെയ്തു, ഡസൻ കണക്കിന്. എന്നിട്ടും അതുകൊണ്ട് ഗവൺമെന്റിന് ഒരു ക്ഷതിയും വന്നില്ല, പിന്നെയും എലക്റ്റഡ് ആവുകയാണ്. ഒരു എക്സാമ്പിൾ വേറെ പറഞ്ഞാല് ഇൻഡോറില് ട്രാൻസ്പോർട്ട് ഗവൺമെന്റിന്റെ RSRTCയെ പറ്റി കേരളത്തിൽ ഭയങ്കര ജോക്കുകളൊക്കെ ഉണ്ട്. ശമ്പളം കൊടുക്കുന്നില്ല, വണ്ടി ഓടുന്നില്ല, അല്ല വണ്ടിയെല്ലാം ഇവിടെ കിടക്കുകയാണ്, ഷെഡിൽ കിടക്കുക. മധ്യപ്രദേശിൽ ഒരു 20 വർഷം മുമ്പ് ഈ ഗവൺമെന്റ് ബസ് സർവീസ് നിർത്തി. അത് കഴിഞ്ഞിട്ടുള്ള അനാർക്കി അവിടെ ചെന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സിന്റെ അത് നമ്മളവർക്ക് ഇങ്ങനെയുള്ള രീതിയിലാണോ ഈ ഡെമോക്രസി ഫങ്ഷൻ ചെയ്യുന്നത്? അതുമാതിരിയുള്ള ദാദാഗിരി, നോർത്ത് ഇന്ത്യൻ ഭാഷ പറഞ്ഞാൽ നടന്നാല് പൊളിറ്റീഷ്യൻസ് വഴിയുള്ള ദാദാഗിരി, അനാർക്കി, ലോലെസ്നെസ് നടന്നിട്ട് പോലും ജയിക്കുന്നുണ്ട്. ജയിക്കുന്നതിന്റെ കാരണം പ്രോപ്പറായിട്ടുള്ള ഒപ്പോസിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒപ്പോസിഷനും ഈക്വലി കറപ്റ്റ് ആണ്. അവർക്കത് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ആർഗ്യുമെന്റ് കൊണ്ട്. അതുകൊണ്ട് ഈ ഐലൻഡ്സ് ഓഫ് ഹിന്ദുത്വ ഇനിയിപ്പം വരാൻ പോകുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ അതിന്റെ ഒരു ചെറിയ തോതിലൊരു ഭാഗമാണ്. പക്ഷെ രാജസ്ഥാനില് ഉള്ള വികാരങ്ങളാണ് ബാക്കിയുള്ള ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹിയും വരാമായിരുന്നു. അത് ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ലാക്ക് ഓഫ് കൊഹീഷൻ അവരുടെ ഓപ്പറേഷനിൽ മേ ബി. കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫോക്കസ്ഡ് ആണ്, ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ഒരു പരിധി കഴിഞ്ഞ് കോൺഗ്രസ് ആം ആദ്മിയുമായിട്ട് ഇൻവോൾവ് ആവാൻ താല്പര്യമില്ലായിരുന്നായിരിക്കാം. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്വാതി മാലിവാൾ ഇഷ്യൂ ഒക്കെ വന്ന് കേജ്രിവാളിന്റെ ഫോക്കസും നഷ്ടമായി. അല്ലെങ്കിൽ ദില്ലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. ഞാൻ സിബി സത്യനിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സിബി സത്യൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഞാൻ തുടങ്ങാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള, അതായത് ഈ റിസൾട്ട് വച്ചുകൊണ്ട് എങ്ങനെയാണ് പുതിയ സഖ്യങ്ങൾ എന്നുള്ള ഒരു സൂചനയിലേക്ക് സിബി സത്യൻ സംസാരിച്ച് നിർത്തുകയാണ് ചെയ്തത്. അത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ മഹാരാഷ്ട്ര, അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതുപോലെ NDAയിലേക്ക് ഘടകകക്ഷിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടികൾ തന്നെ കളം മാറാനുള്ള സാധ്യതകൾ ഇത്ര പല ഓപ്ഷൻസും തുറന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തൊക്കെ കാൽക്കുലേഷൻസ് ഇപ്പോൾ നടത്താൻ സാധിക്കും? രാജീവ്, 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 235 സീറ്റിൽ നിന്ന് BJPയുടെ സീറ്റ് നമ്പർ ഏതാണ്ട് 245 അടുക്കുന്നുണ്ട്, മൊത്തത്തിലുള്ള സീറ്റിന്റെ എണ്ണം. അപ്പം ഇത് എത്രമാത്രം താഴെ നിൽക്കുന്നു അത്രമാത്രം സാധ്യതകൾ കൂടും, എത്രമാത്രം മുകളിലേക്ക് പോകുന്നു അത്രമാത്രം സാധ്യതകൾ കുറയും. അതായത് BJPക്ക് 1-2 ചെറു പാർട്ടികളുടെ മാത്രം സഹായത്തോടു കൂടിയിട്ട് കേന്ദ്രഭരണം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ വോട്ടെണ്ണൽ അവസാനിക്കുന്നതെങ്കിൽ ഏറെ പ്രതീക്ഷകൾ ബാക്കിയില്ലാത്ത ഒരു കണ്ടീഷനാണ്. അതേസമയം അവർ 235 അല്ലെ 235, 236 എന്ന് പറയുന്ന നമ്പറിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപാട് മാറ്റങ്ങൾ കാണേണ്ടി വരും. ഇതിനകത്ത് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് മോദി അമിത്ഷാ സഖ്യത്തിനെ, അതായത് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു BJPയിൽ മോദി അമിത്ഷാ സഖ്യത്തിനെ എത്ര ഘടകകക്ഷികൾ പിന്തുണയ്ക്കും? ഇതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേരും 2 കാര്യങ്ങളിൽ നൊട്ടോറിയസ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് എതിർ പാർട്ടികളെ വിലയ്ക്ക് വാങ്ങുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന പാർട്ടികളെ പോലും, സഖ്യകക്ഷികൾ അടക്കമുള്ള ഒപ്പം നിൽക്കുന്ന പാർട്ടികളെ പോലും ഇല്ലാതാക്കുന്ന ഒരു സമീപനം കാണിക്കുന്ന 2 പേരാണ്.
രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുമാണ് രാഷ്ട്രീയത്തിൽ ഭയപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ അറിയാം. ഈ അടുത്ത കാലത്ത് ഗാർഡിയൻ പത്രം അമിത്ഷായെ പറ്റിയിട്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. എത്രമാത്രം ഇന്റിമിഡേറ്റിംഗ് ആയ ഒരു ഇന്ത്യൻ പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് അമിത്ഷായുടെ ചെയ്തികളെ കുറിച്ചും അമിത്ഷായുടെ ഭൂതകാലത്തെക്കുറിച്ചും അമിത്ഷാ ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്കും ഇന്ത്യയിലെ ബിസിനസ്സുകാർക്കും എത്രമാത്രം ഭയമുളവാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടവറിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് നിൽക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഗാർഡിയനിൽ വന്നിരുന്നു. അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇന്റിമിഡേറ്റിംഗ് ആയ ഒരു പൊളിറ്റീഷ്യനാണ് അമിത്ഷാ. അപ്പൊ അമിത്ഷായും മോദി സഖ്യം വീണ്ടും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ അതിനെ എത്ര പേർ പിന്താങ്ങും? ഇതിനകത്ത് തന്നെ RSSനകത്ത് നമ്മളിപ്പോ എപ്പോഴും പറയാനുള്ള സംഗതിയാണ്, BJP എന്ന് പറയുന്ന RSSന്റെ ഒരു പൊളിറ്റിക്കൽ ഓർഗനാണ്. RSSന്റെ ആശയാഭിലാഷങ്ങൾ നടപ്പിലാക്കലാണ് BJP ചെയ്യുന്നത് എന്ന്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. RSSന്റെ ഒരുവിധപ്പെട്ട നിരവധി ആശയാഭിലാഷങ്ങൾ മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. RSS സ്വദേശിവൽക്കരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മോദി ക്രോണി ക്യാപിറ്റലിസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വൻകിടക്കാരെ വളർത്തിയെടുത്ത് വീണ്ടും വലുതാക്കുന്ന ഒരു സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ RSSനകത്തും അതിശക്തമായ എതിർപ്പ് മോദി ഷാ കൂട്ടുകെട്ടിനെതിരെ ഉണ്ട്. പക്ഷെ എന്ന കാരണം ആദ്യമായിട്ട് ഷായും ഒരു സ്വയം സേവകനല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാരണം. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ കുറച്ചുകൂടി ഒരു ഫേവറബിൾ ആയ ഒരു അവസ്ഥ ഉണ്ടായാൽ നാഗ്പൂരിലെ പ്രിയങ്കരനായ നിതിൻ ഗഡ്കരിയെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാനുള്ള ഒരു അവസരം ഈ സംഘപരിവാർ സംഘടനകൾ ഒഴിവാക്കില്ല. അപ്പം അത് ആദ്യമായിട്ടാണ് മോദി 2014 വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു പാർട്ടിക്കുള്ളിൽ ഒരു ഭീഷണി പോകുന്ന ആദ്യത്തെ സംഭവമായിരിക്കും ഇത്. ആദ്യത്തെ നിമിഷമായിരിക്കും ഇത്. കാരണം 2014 അന്ന് എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്ന അന്ന് BJP നേടിയ അത്യുജ്വല വിജയത്തിന് പിന്നിൽ മോദി ഫാക്ടറായിരുന്നു. മോദി ആയിരുന്നു ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ. അതുകൊണ്ട് അത് മോദിയുടെ വിജയമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ വർഷം 2019 ഈവൻ സംഘപരിവാർ സംഘടനകൾ അടക്കം BJP കേവല ഭൂരിപക്ഷം നേടുമെന്ന് കരുതിയിരുന്നില്ല. അവരുടെ കണക്കൂട്ടിൽ അത് 250 to 260 സീറ്റുകൾ എന്നോ മറ്റോ ആയിരുന്നു അന്നത്തെ ഒരു കണക്ക് വന്നിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 303 സീറ്റുകൾ നേടിയിട്ട് വീണ്ടും BJP അധികാരത്തിൽ വന്നു. അപ്പൊ ആ 303 സീറ്റുകൾ എന്ന് പറയുന്നത് അത് രാജ്യം മൊത്തം വീശിയടിച്ച ആ മോദി പ്രഭാവം, ഇൻവിൻസിബിൾ ആയ തോൽപ്പിക്കാനാവാത്ത മോദി എന്ന് പറയുന്ന പ്രഭാവത്തിന്റെ ബാക്കി പത്രമായിരുന്നു. അപ്പം 2024 ആക്ച്വലി ആൾക്കാർക്ക് ഹോപ്പ് നഷ്ടപ്പെട്ടിരുന്നു. കാരണം 400 സീറ്റ് എന്ന് പറയുന്ന ഒരു പ്രചാരണം അവർ തുടങ്ങി. അതുപോലെ തന്നെ എന്താ പറയുന്നത്, മോദിയെ ഇനി തോൽപ്പിക്കാൻ പറ്റില്ല, മോദി ഒരു ഡെമി ഗോഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ മോദി തന്നെ ഞാൻ ദൈവം ഇങ്ങോട്ട് അയച്ച ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദൈവതുല്യമായ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരിക്കലും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്ത ആളെന്ന് പറയുന്ന ഒരു പ്രഭാവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പൊ അങ്ങനെ എല്ലാവർക്കും പ്രതീക്ഷ, എക്സിറ്റ് പോളുകൾ, പ്രീ പോൾ സർവേകൾ എല്ലാം അതേ രീതിയിലുള്ള പ്രവചനങ്ങളുമായി മുന്നോട്ട് വന്നു. എന്നാൽ നിലവിൽ ഇപ്പം നടക്കുന്നത് എന്താണ്? നിലവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്ത് ഏറെക്കുറെ പരാജയപ്പെട്ട് നിൽക്കുന്ന, അതായത് അത്യാവശ്യം നിസ്സഹായനായി നിൽക്കുന്ന ഒരു മോദിയെ തന്നെയാണ്. ഒബ്വിയസ്ലി NDA ഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം NDAക്ക് നിലവിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നിലവിലുണ്ട്. അല്ലെങ്കിൽ ഒരു 15-20 സീറ്റുകൾ ഇനി എന്തെങ്കിലും ലാസ്റ്റ് മൊമെന്റ് മാറ്റം സംഭവിച്ചാൽ മാത്രമേ നമുക്കതിനകത്ത് മറ്റൊരു കണക്കുകൂട്ടലുള്ള സ്കോപ്പ് ഉള്ളൂ. പക്ഷെ അതില്ലെങ്കിൽ ഇനി 2 സാധ്യതകൾ. നമ്മുടെ അയാറാം വിദഗ്ധനായ നിതീഷ് കുമാർ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ പ്രസക്തമാണ്. 14 സീറ്റുകളുണ്ട് നിലവിൽ. 14 സീറ്റുകൾ മുന്നിലാണ് നിതീഷ് കുമാർ ഒറ്റയാൾ പാലം വലിച്ചാൽ തന്നെ ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം NDA എത്തണമെന്നില്ല. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവുമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കിങ് മേക്കർമാരാവാൻ പോകുന്നത്. കാരണം അവരെടുക്കുന്ന എന്ത് തീരുമാനങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഈ രണ്ടുപേരും ഇന്ത്യ പക്ഷത്തേക്ക് മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ NDA തീർന്നു, NDA പ്രതിപക്ഷമായി. ഇവർ രണ്ടുപേരും NDA പക്ഷത്ത് തുടരാൻ തീരുമാനിച്ചാൽ NDA ഭരിക്കും. പക്ഷെ അതുപോലെ തന്നെ മറ്റൊരു സാധ്യത മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, ഒരുപക്ഷെ മഹാരാഷ്ട്രീയനായ നിതിൻ ഗഡ്കരിയെ ഒരു സഖ്യ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ചാൽ ശരത് പവാറും ഉദ്ധവ് താക്കറെ അടക്കമുള്ളവർ അങ്ങനെ ഒരു സാധ്യതയെ പിന്താങ്ങാനുള്ള എന്താ പറയുക, ഒരു പറച്ചിൽ, ഒരു സ്വകാര്യ സംഭാഷണം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് അതായത് ചന്ദ്രബാബു നായിഡുവിന്റെ തീരുമാനം ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. ചന്ദ്രബാബു നായിഡുമായിട്ട് ഇന്ന് വൈകിട്ട് ഇന്ത്യ മുന്നണി നേതാക്കന്മാർ സംസാരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മോദി ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് അവസാന തീരുമാനം എന്ത് വരും എന്നുള്ളത് വളരെ നമുക്ക് കണ്ടറിയേണ്ട വിഷയമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു ഘടകകക്ഷിക്കും
മോദി അമിത്ഷാ കൂട്ടുകെട്ട് തിരിച്ച് സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് പിന്തുണയുമായിട്ട് വരുന്ന ഓരോ ഘടകകക്ഷിയും അത് മോദി അമിത്ഷാ കൂട്ടുകെട്ടിനൊപ്പമാണെങ്കിൽ അവർ സ്വയം അവരുടെ കഴുത്ത് ഒരു ഗില്ലറ്റിനിൽ വെക്കുകയാണ്. കാരണം ഒരുപക്ഷെ ആർക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത ഒരു വൻ തുക കൊടുത്ത് ഓരോ MP മാരെയും വിലയ്ക്ക് വാങ്ങിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഴുവൻ പാർലമെന്റ് ലെജിസ്ലേച്ചറിനെ വിലയ്ക്ക് വാങ്ങിക്കാനുള്ള ശേഷി BJPക്ക് ധനപരമായിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിവുള്ളവരാണ് ഈ രണ്ടുപേര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേര് തുടരുന്ന കാര്യത്തിൽ ഘടകകക്ഷികളുടെ തീരുമാനം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം വളരെ ശ്രദ്ധേയമായിരിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മോദി അമിത്ഷാ കൂട്ടുകെട്ടില്ലാത്ത ഒരു NDA സർക്കാർ ഇന്ത്യയിൽ രൂപപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഞാൻ ശ്രീത്ത്, നമ്മളിപ്പോൾ UP-യിലെ ഞെട്ടിക്കുന്ന പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ തന്നെ ഞെട്ടിക്കുന്ന ചില മാറ്റങ്ങൾ ഇപ്പോൾ ദക്ഷിണേന്ത്യ എടുത്തു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് TDP-യുമായിട്ടുള്ള സഖ്യത്തിലൂടെ NDA നേട്ടമുണ്ടാക്കുന്നു. BJP അവിടെ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുന്നു. തെലങ്കാനയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയ തെലങ്കാനയിൽ കോൺഗ്രസിനൊപ്പം സീറ്റുകളിൽ BJP ജയിക്കുന്നു. കർണാടകയിൽ കോൺഗ്രസ് ഒരുപക്ഷെ കുറച്ചുകൂടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്രത്തോളം എത്താൻ സാധിക്കുന്നില്ല. അവരൊരു 10 സീറ്റിൽ നിൽക്കുന്നു. ഒഡീഷ എടുത്തു കഴിഞ്ഞാൽ BJDയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് BJP അവിടെ നിയമസഭയിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. ഭൂരിഭാഗം ലോക്സഭാ സീറ്റുകളും പിടിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് BJPക്ക് വോട്ട് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് നമ്മൾ കാണണം. അതെങ്ങനെയാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകളെ മാറ്റിക്കളഞ്ഞത്? പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് നേരത്തെ തന്നെ ഇത് BJP കണക്ക് കൂട്ടിയിരുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഇത് ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, ഈവൻ കർണാടകയില് പോലും പല ആളുകളും കോൺഗ്രസിന് നിർണായകമായ ഒരു വോട്ട് ചിലപ്പോൾ കിട്ടിയേക്കും എന്ന് പറയുമ്പോഴും അവരുടെ ഇന്റേണൽ കാൽക്കുലേഷനിൽ ഇവർക്ക് BJPക്ക് തന്നെ വീണ്ടും അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പെർഫോമൻസ് ഉണ്ടാകാൻ പറ്റുന്ന കുറച്ച് നാളായിട്ട് BJP തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവര് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നത് അവര് പ്രധാനമായിട്ടും നമുക്കറിയാവുന്ന പോലെ ബീഹാറിൽ നിന്നായിരുന്നു അവര് വലിയ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നത്. ബീഹാറിൽ നിന്നും UP-യിൽ നിന്നുണ്ടാവുന്ന ചെറിയ കുറവും മഹാരാഷ്ട്രയിൽ നിന്നുണ്ടാവുന്ന കുറവും നികത്താൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ടാണ് ദക്ഷിണേന്ത്യയിലെ സംസ്ഥാനങ്ങളെ അവർ കാണുകയും അതുകൂടാതെ തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലം പശ്ചിമ ബംഗാളായിരുന്നു. പശ്ചിമ ബംഗാളിൽ അവർക്ക് വിചാരിച്ച പെർഫോമൻസ് നടത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല വിചാരിച്ചതിനേക്കാളും വളരെ കുറഞ്ഞു പോവുകയും ചെയ്തു. ഒഡീഷയിൽ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒഡീഷയില് അവസാന ഘട്ടത്തിൽ BJP നടത്തിയിട്ടുള്ള ചില പ്രചരണങ്ങളും അല്ലെങ്കിൽ ചില പരാമർശങ്ങളും ഒരുപക്ഷെ ഒഡീഷ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണെന്ന് വിചാരിച്ച പലരുമാണ്. അവർ ചിലപ്പോൾ BJPക്ക് അവരുടെ കണക്കുകൂട്ടലിൽ പറ്റിയ ഒരു പെർഫോമൻസ് അവിടെ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഒഡീഷയില് ഇതേപോലുള്ള ഒരു വിജയം BJP നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതേപോലെ തന്നെ ആന്ധ്രയില് TDP-യുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി ആ സമയം മുതൽ TDP നേരത്തെ തന്നെ കഴിഞ്ഞ ഏതാണ്ട് ഒരു ഡിസംബർ മുതലുള്ള എല്ലാ അഭിപ്രായ സർവേയിലും TDP വളരെ മുന്നിട്ട് തന്നെയായിരുന്നു കണ്ടിരുന്നത്. ആകെ സംശയം ഉണ്ടായിരുന്നത് കോൺഗ്രസും TDP-യുമായിട്ടുള്ള ഒരു സഖ്യം TDP-ക്ക് ദോഷകരമായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും TDP-ക്ക് റൂറൽ ആന്ധ്രയിലെ പല പ്രദേശങ്ങളിൽ മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് അത് BJP-യുമായിട്ടൊരു സഖ്യത്തില് പ്രശ്നമാകുമോ എന്ന് അവർ ആലോചിച്ചിരുന്നു. പക്ഷെ ആത്യന്തികമായിട്ട് അത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും TDP-ക്ക് ഉണ്ടാക്കിയിട്ടില്ല. BJP-ക്ക് മാക്സിമം കിട്ടാവുന്ന 3 സീറ്റുകളാണ്, അത് കിട്ടുകയും ചെയ്തു. പക്ഷെ TDP-ക്ക് വലിയ വിജയം അവിടെ ഉണ്ടാക്കാനും സാധിച്ചു. പക്ഷെ പലരും TDP-യെ കണക്കാക്കുന്നത് കോൺഗ്രസ് BJP-യുടെ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരു അലയായിട്ടല്ല. അത് നേരത്തെ ഒരു കാലത്ത് ഉണ്ടായിരുന്ന ശിവസേന പോലെയോ അല്ലെങ്കിൽ അകാലിദൾ പോലെയോ രണ്ടു കൂട്ടരെയും ഇപ്പോൾ BJP തന്നെ ഏതാണ്ട് തരത്തിൽ പുറന്തള്ളി ഈ കക്ഷികളൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള ഒരു വിശ്വസിക്കാവുന്ന ഒരു സഖ്യകക്ഷിയായിട്ട് ആരും TDP-യെ കണക്കാക്കുന്നില്ല. TDP അവരുടെ ഒരു മികച്ച അവസരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ചാടാൻ പാകത്തിലുള്ള ഒരു സഖ്യകക്ഷി തന്നെയാണ്. പക്ഷെ TDP-ക്ക് വലിയ വിജയം ഉണ്ടായി. അതുമൂലം ഇപ്പോൾ ഈ പറയുന്ന ഒരു NDA-യുടെ ഇപ്പോഴത്തെ ഒരു ബൾക്ക് എന്ന് പറയുന്നത് JDU-യും TDP-യുമായിട്ട് മാറുകയും ചെയ്തു.
അത് അവർ രണ്ടു കൂട്ടരും വളരെ നിർണായകമായിട്ട് ഈ ഇലക്ഷനിൽ മാറുകയും ചെയ്തിട്ടുണ്ടായിട്ട്. പക്ഷെ ആ മറ്റേ ദക്ഷിണേന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള ഈ വിജയം കോൺഗ്രസിനെ BJP സംബന്ധിച്ചിടത്തോളം അവര് കണക്കുകൂട്ടിയതാണ്. അവര് വളരെ പ്രാധാന്യത്തോടു കൂടി അത് അവരുടെ മറ്റു കുറവുകളെ നികത്താനായിട്ട് പര്യാപ്തമാണ് എന്ന് അവർ നേരത്തെ തന്നെ വിശ്വസിച്ചിരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഒരു പരിധി വരെ BJP വിജയിച്ചു എന്ന് തന്നെ വേണം കരുതാം. പക്ഷെ അവർക്കുണ്ടായിട്ട് ഏറ്റവും വലിയൊരു മറ്റൊരു തിരിച്ചടി നമ്മളിപ്പോ കാണാവുന്ന പോലെ തന്നെ അവരുടെയും മറ്റു കണക്കുകൂട്ടലുകളെ എല്ലാം മറികടന്നിട്ടുണ്ടായിട്ടുള്ളത് UP നിന്നാണ്. UP ഇത്രയും വലിയ ഒരു ആഘാതം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവര് വലിയ എല്ലാ കണക്കുകൂട്ടലിലും BJP നേതാക്കൾ മുഴുവൻ ആവർത്തിച്ചിരുന്നത് കഴിഞ്ഞ തവണത്തെ പെർഫോമൻസോ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 3-4 സീറ്റുകളുടെ അധികമോ അവരെപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത്. ഇത്രയും വലിയ ഒരു തിരിച്ചടി അവിടെ നിന്നുണ്ടാവുമെന്നും ഇതേപോലെ നമ്മളിപ്പോ കാണുന്ന തരത്തിൽ ഒരു മാപ്പ് എടുത്ത് നമ്മൾ അതിന്റെ ഒരു മറ്റേ ലീഡിംഗ് ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് എല്ലാ പ്രദേശത്തും വ്യാപിച്ചു കിടക്കുന്നു. പ്രത്യേകിച്ചും പൂർവാഞ്ചൽ പ്രദേശത്തേക്ക് വളരെ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ അഖിലേഷിനും സംഘത്തിനും അവിടെ വലിയ ഇൻട്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റി. കോൺഗ്രസിന്റെ വലിയ ഒരു ശക്തി UP-യിലേക്ക് തിരിച്ചു വരുന്ന പോലെ തോന്നിപ്പിക്കാനായിട്ട് സാധിച്ചു. ആ രീതിയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് UP-യിൽ സാധിച്ചു. അത് BJP സംബന്ധിച്ചുള്ള അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതിനെ മറികടക്കാൻ പാകത്തിന് സ്വാഭാവികമായിട്ടും അവർക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് കിട്ടിയില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അവർ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അത്രയും കിട്ടിയില്ല. കേരളത്തിൽ നിന്ന് സ്വാഭാവികം അവർക്കൊരു സീറ്റ് കിട്ടി. തമിഴ്നാട്ടിൽ നിന്ന് അവരുടെ സഖ്യകക്ഷിക്ക് ഈ പറഞ്ഞ രീതിയിൽ ഒരു സീറ്റ് ലീഡിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ കാണുമ്പോൾ PMK-ക്കാണ് തോന്നുന്നു ലീഡിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫൈനൽ റിസൾട്ട് എന്തായി എന്ന് അറിയില്ല. പക്ഷെ അവർ വിചാരിച്ച പോലെ BJP-ക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു സീറ്റ് ഉണ്ടാക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് പോലും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചില്ല. അപ്പൊ അത് കാരണം ദക്ഷിണേന്ത്യയിൽ അവർ വിചാരിച്ച പൂർണ്ണമായ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ അവരുടെ ഒരു വലിയ തകർച്ചയെ, ഒരുപക്ഷെ ഈ UP-യിൽ നിന്നുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടിയെ അവർക്കിപ്പോ പിടിച്ചു നിൽക്കാനെങ്കിലും അവർക്ക് പറ്റുന്നത് ഒരുപക്ഷെ ഈ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മറ്റേ സീറ്റുകളാണ്. അതില് ആന്ധ്രയും തെലങ്കാനയും ഈവൻ കർണാടകയും വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളതായിട്ട് യാതൊരു സംശയം. ഈ ദക്ഷിണേന്ത്യയുടെ കാര്യം പറയുമ്പോൾ ദക്ഷിണേന്ത്യയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് തമിഴ്നാട്ടിലാണ് നരേന്ദ്രമോദി നടത്തിയത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുതൽ രാജ്യാന്തര തലത്തിൽ നടത്തിയ പ്രസംഗങ്ങളിലെ തമിഴ് പരാമർശങ്ങൾ മുതൽ തമിഴ്നാട്ടിലെ നിരന്തര സന്ദർശനങ്ങൾ മുതൽ അങ്ങനെ പല നിലയ്ക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റാണ് നരേന്ദ്രമോദിയുടെ സമയവും ഏറ്റവും അവസാനം കന്യാകുമാരിയിലെ പ്രാർത്ഥന അടക്കം. അത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ പോലും പക്ഷേ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ചേർന്ന് 40 സീറ്റിൽ 40 സീറ്റും DMK-യുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെങ്കടേഷ്, കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് ഒരിക്കലും കൂടി ഇപ്പോൾ സിബി സത്യൻ പറഞ്ഞതുപോലെ ഉള്ള ചില സാധ്യതകൾ, അത് BJP-ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ളിൽ ഉണ്ടാകാനിടയുള്ള ഡൈനാമിക്സ് അതെന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ വളരെ മുഖ്യമായിട്ട് ഇപ്പോൾ മുന്നിലുണ്ട്. ഇപ്പോൾ മാമാജി എന്ന് വിളിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ മധ്യപ്രദേശിൽ നിന്ന് വിദിഷയിൽ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. നാഗ്പൂരിൽ നിന്ന് നിതിൻ ഗഡ്കരി ജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തുന്നുണ്ട്. നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിനോട് പരസ്യപ്പെടുത്താത്ത അതൃപ്തി പലരിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നേരിട്ടറിയാവുന്ന ആൾ കൂടിയാണ് താങ്കൾ. എന്ത് തോന്നുന്നു, ഈ ഇക്വേഷൻസിലൊക്കെ BJP അകത്തുള്ള ഇക്വേഷൻസിൽ വരെ മാറ്റം വരുത്താൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം കാരണമാകും? രാജീവ്, ഒരു തിരുത്ത് ഞാൻ പറഞ്ഞോ, പരസ്യപ്പെടാത്ത അതിർത്തി എന്നല്ല, പരസ്യപ്പെടുത്താത്ത ഭയം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അത്ര അധികം പരസ്യപ്പെടുത്താത്ത ഭയമല്ല, കുറച്ചൊക്കെ ചില ലിമിറ്റഡ് സർക്കിൾസിലൊക്കെ അറിയാവുന്ന ഭയം കൂടിയാണത്. ഇപ്പൊ സിബിക്ക് അറിയുന്ന പോലെ എനിക്ക് കുറെയൊക്കെ അറിയാം എന്താണ് ഈ ഭയത്തിന്റെ ആഴവും പരപ്പും തോതുമൊക്കെ. അതോടൊക്കെ ഈ കന്യാകുമാരിയിലേക്ക് പോയത് രാജീവ്, അത് ചെറുതായിട്ടൊന്ന് അത് വേണ്ട രീതിയിൽ പരാമർശിക്കപ്പെടാത്തൊരു സ്ഥാനമാണ്. ഈ വോട്ടിംഗ് ദിവസമാണല്ലോ, വോട്ടിംഗ് ദിവസം ജൂൺ 1-ാം തീയതിക്ക് തലേ ദിവസമാണല്ലോ ഈ കന്യാകുമാരി പോകുന്നത്. കന്യാകുമാരി പോകുന്നത് വിവേകാനന്ദ പാറയിലാണ് പോകുന്നത്. വിവേകാനന്ദ പാറ എന്ന് പറഞ്ഞാൽ ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ വലിയ കൾട്ട് ഐക്കണാണ്. ഒഡീഷയിൽ വലിയ വേരോട്ടമുള്ള ഒരു ഫിലോസഫറാണ്. അപ്പം ഈ രണ്ട് സ്ഥലത്തും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പം കന്യാകുമാരി യാത്ര തമിഴ്നാട്ടിന് വേണ്ടി ആയിരുന്നില്ല. കന്യാകുമാരി വാസ് ടാർഗറ്റഡ് ടുവേർഡ്സ് വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീഷ. പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ,
തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ എത്രമാത്രം മോദി ഷായുമായിട്ടുള്ള അവരുടെ ഈ ഭയത്തിന്റെയും അടുപ്പത്തിന്റെയും ഒക്കെ എന്താണ് അതിന്റെ ഏറ്റക്കുറച്ചിൽ, അതിന്റെ അനുപാതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ എ സ്കെയിൽ ഓഫ് 10 ഞാൻ പറയാം, രണ്ടുപേർക്കും ചന്ദ്രബാബു നായിഡു പ്രത്യേകിച്ചും ഈ ചന്ദ്രബാബു നായിഡു ഇത്തവണ ഈ സഖ്യത്തിൽ ഏർപ്പെടുത്തത് തന്നെ ഇത് തെലുഗുദേശം പാർട്ടിക്ക് അകത്തുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളതാണ്, ബൈ ഹോൾഡിങ് എ പിസ്റ്റൾ ടു ഹിസ് ഗൺ എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ നെറ്റിയിലൊരു ഹോൾഡിങ് എ പിസ്റ്റൾ ടു ഹിസ് ഹെഡ് എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് നേരെ ഒരു പിസ്റ്റൾ വെച്ചിട്ടാണ്. അതായത് ഈ കേസുകൾ ചന്ദ്രബാബു നായിഡുവിനെതിരായിട്ട് ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ ചന്ദ്രബാബു നായിഡു ഇവര് 250 വരെ BJP എത്തുകയാണെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന് അകത്തുള്ള പേടി അതിന് കൂടുതൽ സ്വാധീനം ഉണ്ടാവുകയും അത് പിന്നെ ഈ മോദി ഷാ സഖ്യത്തിന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഈവൺ ഇഫ് ഇറ്റ് ഇസ് ബിറ്റ്വീൻ 240 and 245 അങ്ങനെ ആണെങ്കിൽ പോലും ആദ്യത്തെ ഓപ്ഷനിൽ ചന്ദ്രബാബു നായിഡു ഈ രണ്ട് ഗുജറാത്തി ദ്വന്ദ്ങ്ങളെ അവിടുന്ന് മാറിപ്പോകാനാണ് ശ്രമിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. നിതീഷ് കുമാർ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് അയാള് ഈസ് ഓൾസോ ബിക്കം കുറച്ച് സെനൈലായിട്ടുണ്ട്. അപ്പോ മൂപ്പര് രണ്ടാമതിപ്പോ BJPയുടെ കൂടെ ചേർന്ന സമയത്ത് മോദിയെ കണ്ട പറഞ്ഞാൽ ഇനി ഒരിക്കലും NDA വിടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നിതീഷ് കുമാർ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന് മോദിക്ക് തന്നെ അറിയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ പലതരത്തിലുള്ള മാറ്റമറിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഒരുപക്ഷെ ഈ മറ്റേ NDAക്ക് അകത്തുള്ള ചെറിയ കക്ഷികളിൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിന് അദ്ദേഹത്തിന്റെ സ്റ്റേച്ചറിൽ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു മാറ്റം, അത് എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ടും സിങ്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ അതും ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആയിരിക്കും ഈ ചെറിയ പാർട്ടികളുടെ ഒക്കെ തീരുമാനമെടുക്കുന്നതിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചകൾ, അവർ നടത്തിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകളിൽ അവർ കാണിച്ചിട്ടുള്ള വലിയ ഉദാര സമീപനം, ഇതെല്ലാം ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിട്ട് മാറും. പിന്നെ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം വളരെ ശക്തമായിട്ട് എടുത്തിട്ടുള്ള ഈ കാസ്റ്റ് റിസർവേഷന്റെ ആ മുദ്രാവാക്യത്തില് നിതീഷ് കുമാർ വളരെ സജീവമായിട്ട് പങ്കെടുക്കുകയും ബീഹാറിലെ കാസ്റ്റ് റിസർവേഷൻ നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയിലും ഇത്തരത്തിലുള്ള എലമെന്റ്സ്, അത് പൂർണ്ണമായിട്ടും ഒരു ബാക്ക്വേർഡ് കാസ്റ്റ് പാർട്ടി അല്ലെങ്കിലും അതിൽ ഇത്തരത്തിലുള്ള ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു പാർട്ടിയാണ്. അത്തരത്തിലുള്ളൊരു സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതോടെല്ലാം ഒപ്പം ഒഡീഷയിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട്, അവരും അത്ര ചെറിയ പാർട്ടിയല്ല. അപ്പോ അങ്ങനെ ഉള്ള ഒരു പലതരത്തിലുള്ള കണക്കൂട്ടുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഭീതിയും അടുപ്പവും ഇതിന്റെ അനുപാതം എന്ത് തരത്തിലാണ്, ഏത് തലത്തിലാണ് ഈ സീറ്റുകളുടെ എണ്ണം കാരണം തിട്ടപ്പെടുക എന്നത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ നമ്പർ ഇതാണ്, 240 to 245 ആണെങ്കിൽ മോദി ഷാ ഗുജറാത്തി ട്വിൻസിനെ മിക്കവാറും എല്ലാ ഘടകകക്ഷികളും ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ BJPക്കും RSSനും അകത്ത് തന്നെ ചില നീക്കങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അതും ഞാനൊരു 10 മാസമായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് വരുമെന്നോ ഒന്നും നമുക്ക് ഉറപ്പില്ലാത്ത സമയത്ത് 10 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഉത്തർപ്രദേശിലെ ബീഹാറിലെയും 4 MP എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ചില DMK നേതാക്കന്മാർ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. ഈ ടാർഗറ്റ് നാഗ്പൂരിൽ നിന്നുള്ള RSSന്റെ ആസ്ഥാനവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാള് ഈ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കാണുന്നത് ഒരു 70 മുതൽ 80 സീറ്റ് വരെ BJPയുടെ സ്വന്തം ടാലിയിൽ നിന്ന് താഴോട്ട് പോകുന്നതാണ്. അത്രയും താഴോട്ട് പോയിട്ടില്ല, ഇനിയിപ്പോൾ താഴോട്ട് പോകുന്ന വരാൻ പറ്റില്ല, റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അവര് കാണുന്നത് 70 to 80 സീറ്റ്സ് കുറയുമെന്നും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പ് മാറുമെന്നുമാണ്. അപ്പോ എന്തായാലും ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഫലം പൂർത്തിയാകുന്നതിന് മുമ്പേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ എന്തായാലും ഒരുപാട് സാധ്യതകൾ തുറന്നിടുന്ന
ഇന്ത്യൻ ഡെമോക്രസിക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ കരുത്ത് നൽകുന്ന ഒരു ഒരു വേർഡിക്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, ഞാൻ കേരളത്തിലേക്ക് കൂടെ ഒന്ന് വരികയാണ്. ശ്രീജിത്ത്, കേരളത്തിൽ ഒരു UDF തരംഗമാണ് എന്ന് നമുക്ക് പറയാം. 2019 ഉണ്ടായതുപോലെ തന്നെ. അതിൽ ആകെയുള്ള വ്യത്യാസം എന്ന് നമുക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയി, NDA സുരേഷ് ഗോപി അവിടെ വിജയിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കാനുണ്ടായ അല്ലെങ്കിൽ എത്താനുണ്ടായ കാരണം 2019 LDFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ CPMനെ സംബന്ധിച്ച് പറയാൻ ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ്, രാഹുൽ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന പ്രചരണം, അതുണ്ടാക്കിയ UDF തരംഗം, ശബരിമലയുടെ ഇമ്പാക്ട്, ഇങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അത്തരം കാരണങ്ങളൊന്നും അങ്ങനെ പ്രകടമായിട്ടില്ല. പക്ഷേ UDF സ്ഥാനാർത്ഥികളൊക്കെ വലിയ മാർജിനിലാണ് വിജയിച്ചു വരുന്നത്. ഡെഫിനറ്റ്ലി ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് UDFന്റെ വലിയ വിജയത്തിന് കാരണമായിട്ടുണ്ടോ? തൃശ്ശൂരിൽ NDAയുടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് അത് ഈ കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ കോൺഗ്രസിൽ നിന്ന് വോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ പറയാൻ സാധിക്കും. അത് കോൺഗ്രസിൽ നിന്ന് മാത്രം ഷിഫ്റ്റ് ചെയ്ത വോട്ടാണോ? അതിൽ LDFൽ നിന്നും വോട്ട് ഒഴുകിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാണേണ്ടത് ആലപ്പുഴ, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ NDAയുടെ വോട്ട് വിഹിതത്തിലുണ്ടായ വലിയ വർധനയാണ്. അപ്പോൾ ഇതൊരു കേരളത്തെ സംബന്ധിച്ചും ഒരു മാറ്റം, പ്രകടമായൊരു മാറ്റത്തിൻ്റെ സൂചന നൽകുന്നൊരു തെരഞ്ഞെടുപ്പായി നമ്മൾ ഇതിനെ കാണണോ? തീർച്ചയായിട്ടും നമുക്ക് കാണേണ്ടി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തില് മറ്റേ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഇൻട്രൂഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത് കോൺഗ്രസിൽ നിൽക്കുന്ന ആൾക്കാരും ഇടതുപക്ഷത്തിൽ നിൽക്കുന്നതുമായിട്ടുള്ള പല ആളുകളും അവർ ആ പാർട്ടികൾ നിൽക്കുന്നത് BJP ഒരു വലിയ വിജയം നേടാത്തതുകൊണ്ടോ വിജയിക്കുന്ന പാർട്ടി അല്ലാത്തതുകൊണ്ടോ മാത്രമാണ്. പലർക്കും ആ പാർട്ടികളിൽ നിൽക്കുന്ന പലർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജിയോടുള്ള ഒരു പ്രകടമായിട്ടുള്ള അനുഭാവം നമുക്ക് ഏതാണ്ട് ഈ ശബരിമല കാലം മുതൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതായിരുന്നു. അത് ഇങ്ങനെ പല സമയത്തും പ്രത്യേകിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പുകളിൽ അത് മറനീക്കി വരും. സംസ്ഥാന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ അത് അത്രമാത്രം വരില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ BJPയുടെ ഒരു വലിയ വിജയമൊന്നും അവരുടെ മുന്നിലില്ല. മറിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പിൽ അത് വളരെ വ്യക്തമായിട്ട് വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. 2, കേരളത്തിലെ ഈ ഒരു മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു വളരെ സുഘടിതമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് വേറെ തരത്തിലുള്ളൊരു ഒരു പ്രതീക്ഷയുടെ പുറത്താണ്. അത് ദേശീയ തലത്തില് BJPയെ എതിർക്കാനായിട്ട് ഏതെങ്കിലും തരത്തില് കോൺഗ്രസിന് സാധിക്കുമെങ്കിൽ അത് കേരളത്തിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുഷ് അതിന് ഉണ്ടാകാതിരിക്കരുത് എന്നുള്ള തരത്തിലുള്ള ഒരു സാമാന്യ യുക്തിയുടെ പുറത്ത് ഒരു സാമാന്യ രാഷ്ട്രീയത്തിന്റെ പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇത്തവണയും 2019 പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. തൃശ്ശൂർ സവിശേഷമായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അത് BJPയുടെ രാഷ്ട്രീയ വിജയമായിട്ട് നമ്മൾ അതിനെ കാണാൻ പറ്റില്ല. അതൊരു വ്യക്തി കഴിഞ്ഞ കുറെ കാലമായിട്ട് ഏതാണ്ടൊരു 5-6 വർഷമായിട്ട് നിരന്തരമായിട്ട് അവിടെ നിന്ന്, പ്രത്യേകിച്ചും പ്രശസ്തനായിട്ടുള്ള വ്യക്തി, മറ്റൊരു തരത്തിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തി അവിടെ നിന്ന് തന്റെ രാഷ്ട്രീയ പ്രവർത്തനം വളരെ വ്യക്തമായിട്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. അതിനെ നമ്മൾ കാണാതെ ഇരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. 2, അവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വോട്ട് അങ്ങോട്ടേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പ്രത്യേകിച്ചും പഴയ ഒരു കരുണാകരൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിലെ കരുണാകരൻ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആ ഫാക്ഷനിലെ ഒരു അനുഭാവികളുമായിട്ട് ഒരു വലിയ വിഭാഗം നേരത്തെ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിന്റെ വിവിധ അവരുടെ ഭാഗത്തു നിന്ന് ഉദാരമായിട്ട്, പ്രത്യേകിച്ചും പത്മജ കൂടി അപ്പുറത്തേക്ക് എത്തിയതിനു ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ഉദാരമായിട്ടുള്ള ഒരു പിന്തുണ കൂടി സുരേഷ് ഗോപിക്കുണ്ടായിട്ട്, സുരേഷ് ഗോപി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു BJPയുടെ സ്ഥാനാർത്ഥിയോ ഒരു മറ്റൊരാളോ അല്ല, മറിച്ച് തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു പരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു കുടുംബക്കാരനായിട്ടുള്ള ആള് പോലെ തന്നെയാണ് അവര് സുരേഷ് ഗോപിയെ പരിഗണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു BJPക്കാർക്ക് വോട്ട് ചെയ്തു എന്നുള്ളൊരു കുറ്റബോധം ഇല്ലാതെ തന്നെ ആ വിഭാഗത്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സവിശേഷമായ ഒരു കാര്യം ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുണ്ട്. പക്ഷെ അല്ലാത്ത തരത്തിൽ രാജീവ് സൂചിപ്പിച്ച തരത്തിലേക്ക് നല്ല ഒരു വലിയ വോട്ട് ശതമാനം കൂടുന്ന തരത്തിലേക്ക് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പല സമയത്തും
ഈ മഞ്ചേശ്വരത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇതേപോലെ ഈ ഇടതുപക്ഷം നടത്തുന്ന ക്രോസ് വോട്ടിങ്ങും പോലെയുള്ള കാര്യങ്ങൾ വഴിയിട്ട് ബലമായിട്ട് BJPയുടെ വോട്ടിംഗ് ഒരു വിജയത്തിനെ തടഞ്ഞു നിർത്തുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു വൃഥാശ്രമവും ഒരു വൃഥാ വ്യായാമവുമാണത്. കാരണം അടിസ്ഥാനപരമായിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇവിടുത്തെ ഈ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന, ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളുടെ ഇടയിലുണ്ട്. അത് പുറത്തു വരുന്നതാണ് ഒരു തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് നല്ലത്. കാരണം അത് പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നേരിടാനോ അതിനെ രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിലേക്ക് പ്രതിരോധിക്കാനോ എല്ലാ പാർട്ടികൾക്കും സാധിക്കും. ഇത് മറിച്ച് ഇതല്ലാതെ തന്നെ ഇതിനെ ഒരു ഷാഡോ ചെയ്തതിന് ശേഷം, ഇവരെ മറച്ചു വെച്ചതിന് ശേഷം ഇവര് മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ഒരു നിലയായിരുന്നു പലപ്പോഴും കാണാറുള്ളത്. അതിനുള്ളൊരു മാറ്റം കൂടിയായിട്ട് ഇത് വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ അത് കാരണം തന്നെ ഇവിടെ BJPയുടെ ഇതിനെ കാണുന്നത് ഒരു തരത്തിലൊരു പോസിറ്റീവായിട്ടാണ്. കാരണം ഇതിങ്ങനെ എല്ലാ കാലത്തും മറച്ചു പിടിച്ചും ക്രോസ് വോട്ട് ചെയ്തും തടഞ്ഞു നിർത്തേണ്ട ഒരു കാര്യമല്ല. രാഷ്ട്രീയമായിട്ട് നേരിടേണ്ട കാര്യങ്ങളെ രാഷ്ട്രീയമായിട്ട് തന്നെ പാർട്ടികൾ നേരിടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കാരണം തന്നെ ആ രീതിയിൽ ഇങ്ങനെ ഒരു തരത്തിൽ വോട്ടിംഗ് ശതമാനം മാറുന്നതും വോട്ടിംഗ് രീതികൾ മാറുന്നതും ഇവിടുത്തെ കോൺഗ്രസും ഇടതുപക്ഷവും കാണുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കേണ്ടയും ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. UP പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് മനുഷ്യർ എന്നുള്ളത് കാര്യം ഇവിടെ നിന്ന് നോക്കിയിട്ട് ജനങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിനെ വളരെ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് അത് കാരണം തന്നെ അതിനെ കാണുകയും ചെയ്യും. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലൊരു സീറ്റ് NDA BJP നേടി എന്ന് പറഞ്ഞാൽ ഇനി അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് സൂചിപ്പിച്ചല്ലോ. ഒരു സീറ്റ് നേടുക മാത്രമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരുന്നു, ആറ്റിങ്ങലിൽ 2ാം സ്ഥാനത്തോട് തൊട്ടടുത്തുള്ള 3ാം സ്ഥാനത്ത് വരുന്നു. ആലപ്പുഴ പോലെ കഴിഞ്ഞ തവണ LDF വിജയിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ 30% വോട്ട് BJP നേടുന്നു. പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് പെർസെൻറ്റേജ് കൂടുന്നു. കേരളത്തിലെ സാഹചര്യത്തെ അവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുക? എനിക്കൊരു പേഴ്സണൽ ചലഞ്ച് പോലെയായ ഒരു സിറ്റുവേഷൻ ആണിത്. കാരണം ഇവിടെയുള്ളവർ എല്ലാ കാര്യങ്ങൾക്കും എക്സ്പ്ലനേഷൻ എന്നോട് ചോദിക്കും കേരളത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ. അതുപോലെ അവർ സ്വല്പം അഭിമാനത്തോടുകൂടി ഇവിടെയുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാര്, CPIയുടെ ആൾക്കാര്, കുറച്ച് പ്രോഗ്രസീവ് കോൺഗ്രസ്സുകാര്, അങ്ങനെയുള്ളവരൊക്കെ എപ്പോഴും കേരളത്തിലെ കണ്ടില്ലേ, കേരളത്തിലാണ് ഇത് നടക്കത്തില്ല. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ഒരു കാര്യം പറയുവാണ്. സർപ്രൈസിംഗ്ലി ഇത് ഒരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയേക്കാം, പക്ഷെ ഇവിടെ നല്ലൊരു ശതമാനം മുസ്ലിങ്ങൾ കേരളത്തിൽ പോയി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ ഒരു സംഖ്യ, നല്ലൊരു ശതമാനം ആൾക്കാരുണ്ട്. എൻ്റെ ഒരു കൊളീഗ് മുസ്ലിം, പുള്ളിക്കാരന്റെ മകളെ പുള്ളിക്കാരൻ ട്രെയിനിങ്ങിന് കേരളത്തെ വിട്ടു. ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. വളരെ കൺസർവേറ്റീവ് മുസ്ലിം ഫാമിലിയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കേരളം പാരഡൈസ് ആണെന്ന് പറയുന്നത്. ആ ആഭിമുഖ്യം, അത് കേരളം ഒരു ഐഡിയൽ സ്ഥലമായിട്ട് നമുക്കറിയാം. കേരളത്തിന്റെ ഡ്രോബാക്സ് ഒക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു മോഡൽ സ്റ്റേറ്റ് ആയിട്ടാണ് സെക്യുലർ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാർ കേരളത്തെ കാണുന്നത്. പക്ഷേ ഒരു കാര്യം എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കാം. സുരേഷ് ഗോപി ആസ് ആൻ ഇൻഡിവിജ്വൽ വലിയ മോശമില്ലാത്ത ആളാണെന്നാണ് എൻ്റെ ധാരണ. ഞാൻ ഒരിക്കലും മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള റിയാക്ഷൻ കണ്ടിട്ടും വളരെ വിനയത്തോടു കൂടിയൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. അതൊക്കെ ഒരു നല്ല കാര്യമായിരിക്കാം. പക്ഷെ പൊളിറ്റിക്സിൽ അതൊന്നും അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒന്നും പാടില്ല. നമ്മൾക്ക് ഹാർഡ് കോർ പൊളിറ്റിക്സിലാണെങ്കിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല. വേറെ അത് അപ്പാർട്ട് ഫ്രോം ദിസ് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഒന്ന്, ഈ റിസൾട്ട് ഡിനയൽ ഓഫ് മാൻഡേറ്റ് ടു മോദി ആൻഡ് ഷാ ആണെന്ന് ഞാൻ പറയും. അവർക്ക് മാൻഡേറ്റ് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല. മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്ന മോദിയുടെ വാഗ്ദാനങ്ങൾ ആൾക്കാർ റിജക്റ്റ് ചെയ്തു. അതുപോലെ 400 പാർ എന്താ പറയുന്നത്, ആ ഡിസയർ അല്ലെങ്കിൽ ആ റെസൊല്യൂഷനും ഫെയിലായി. അതെല്ലാം കൂടി നോക്കുമ്പോഴത്തേക്ക് അവരുടെ റൺ തീർന്നു എന്ന് വേണേൽ പറയാം. ഓൾമോസ്റ്റ് അവരുടെ ഓട്ടം തീർന്നു. BJPയുടെ ഓട്ടം തീർന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ BJP 2 വലിയ ബ്ലണ്ടറുകൾ ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി, നമ്മളെല്ലാവരും പൊളിറ്റിക്കൽ പാർട്ടീസ് വാച്ച് ചെയ്യുന്നവരാണ്, പാർട്ടീസിനെ പറ്റി അറിയാവുന്നവരാണ്, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നവരാണ്.
അതിനകത്ത് 2 മേജർ മിസ്റ്റേക്സ് ഇവർ ചെയ്തു. അതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇവർക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഒന്ന്, വൻതോതിൽ വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത പോലെ, ഇന്ത്യൻ ഹിസ്റ്ററി ചെയ്യാത്ത പോലെ പുറത്തുള്ള പാർട്ടി ലീഡേഴ്സിനെ, സാധാരണക്കാർ വർക്കേഴ്സ് അല്ല, വെറും ജനങ്ങളല്ല, അങ്ങനെയുള്ള ആൾക്കാരെ പാർട്ടിയിലോട്ട് റിക്രൂട്ട് ചെയ്തു. ഒരു പാർട്ടിയും ഇത് മാതിരി ഹോൾസെയിൽ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടില്ല. അതിന് ഉപയോഗിച്ച മാർഗങ്ങൾ വേറെ ഡിബേറ്റിന് ടോപ്പിക്കാണ്. പക്ഷേ ഔട്ട്സൈഡേഴ്സിനെ ഇതുപോലെ പാർട്ടിയിലോട്ട് എടുത്ത് അവർക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫോൾഡിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിയമം അനുസരിച്ച് നിങ്ങൾ നീങ്ങും. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ ഡിസിപ്ലിൻ വെക്കാത്ത ആൾക്കാർ BJP ചെന്നിട്ട് BJPയുടെ ഡിസിപ്ലിൻ എത്ര നാളത്തേക്ക് വെക്കും? അത് അറ്റ് ഗൺ പോയിന്റ് അവർ BJP വന്നു കാണും. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ള കാലം മുഴുവൻ BJP ഡിസിപ്ലിൻ അവർക്ക് കഴിയാൻ പറ്റത്തില്ല. കാരണം അവരൊരിക്കലും ഡിസിപ്ലിൻ കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ്. അവരെല്ലാം ഓപ്പർച്യൂണിസ്റ്റുകളാണ്. അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ടുള്ള ഒരു പാർട്ടി എത്ര നാൾ നിൽക്കും? രണ്ടാമത്, മോദിയെയും ഷായെയും ഈ പാർട്ടി അഴിച്ചുവിട്ടു. മോദിക്ക് ഗ്യാരണ്ടി അല്ല, BJP പോലും ഇല്ലായിരുന്നു ഈ ഇലക്ഷനിൽ. അങ്ങനെ ഇലക്ഷൻ മത്സരിച്ച് തോറ്റില്ല, പക്ഷെ ജയിച്ചുമില്ല എന്നുള്ള സ്ഥിതിയിൽ വരുമ്പോഴത്തേക്ക് ഏത് ആത്മാഭിമാനമുള്ള പാർട്ടിയും ഏത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷൻസ് ഉള്ള പാർട്ടിയും റിവ്യൂ നടത്തുകയും അതിനുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുക. വളരെയധികം മാറ്റങ്ങൾ ഈ പാർട്ടിയിലും പ്രതീക്ഷിക്കാം, ഗവർണൻസിലും പ്രതീക്ഷിക്കാം. അത് നാഗ്പൂരിൽ നിന്ന് കുറച്ചൊക്കെ ലീഡ് കിട്ടിയെന്നിരിക്കും. അതുപോലെ തന്നെ ഐ വാണ്ട് ടു ബ്രിങ് ഇൻ അനദർ ഫാക്ടർ. രാജസ്ഥാനിൽ BJP ഇതുപോലെ പുവർ പെർഫോമൻസ്, വളരെ പുവറല്ല, പക്ഷെ ലുക്വാം പെർഫോമൻസിന് ഒരു കാരണം വസുന്ധര രാജയെ പോലുള്ള ലീഡേഴ്സിനെ ടോട്ടലി പുറത്താക്കി നിർത്തിയത് കൊണ്ടും ആവാം. അങ്ങനെയുള്ളവരുടെ എമർജൻസും അങ്ങനെയുള്ളവരുടെ അലൈൻമെന്റും അങ്ങനെയുള്ളവരുടെ ലൈനപ്പും ഭാവിയിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കണ്ടായിട്ട് വരും. വളരെ അധികം ഡെവലപ്മെന്റ്സ് ഈ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാവുന്നേ ഉള്ളൂ. റൈറ്റ്. CB സത്യൻ, ഞാൻ സണ്ണി സബാസിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുന്നു. അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിലെ ഇലക്ഷൻ ഫലത്തെ കാണുമ്പോൾ കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റം, നമ്മൾ LDF UDF എന്നതിനപ്പുറത്തേക്കുള്ളൊരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനകൾ നിയമത്തൊരിടത്ത് ജയിച്ചപ്പോൾ ഉണ്ടാകാത്ത ആഘാതം തൃശ്ശൂരിലെ ഒരു സീറ്റിലെ ജയം കൊണ്ട് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായേക്കാം എന്ന് തോന്നുന്നുണ്ടോ? രാജീവ്, അതിലേക്ക് മറുപടി പറയുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് എനിക്ക് തോന്നിയതൊന്നുകൂടെ പറയാം. അത് UP കുറിച്ചാണ്. UPയിലെ, അതായത് 1992 ബാബറി മസ്ജിദ് പൊളിച്ചു തുടങ്ങിയ BJPയുടെ തേരോട്ടം ശ്രീരാമജന്മ ഭൂമിയിൽ ഒരു ക്ഷേത്രം ഉയർത്തിയതോടെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ വിലയിരുത്താവുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 92 മുതൽ 2024 വരെയുള്ള സുദീർഘമായ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രതിസന്ധി അവസാനിച്ചപ്പോൾ BJP ആ സ്റ്റേറ്റിൽ ഏറെക്കുറെ അവസാനിക്കുന്നു. അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഏറ്റവും ബ്രൂട്ടലി മെജോറിറ്റേറിയനായ ഒരു ശക്തി അല്ലാതായി മാറുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് വരാം. അവിടെ അക്കാര്യം പറയുമ്പോൾ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ച് നമ്മളൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കണമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ CAA നടപ്പാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലാണ്. CAA തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ ശ്രമിച്ചു. പക്ഷേ അതിനോട് വലിയ തോതിൽ ഇപ്പോൾ CAA പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്ന സമയത്തുണ്ടായതുപോലെ പ്രതികരിക്കാൻ മുസ്ലിം ന്യൂനപക്ഷം തയ്യാറായില്ല. അതുപോലെ തന്നെ മറ്റ് തരത്തിലുള്ള വിഭാഗീയത, അതായത് വോട്ട് ഭിന്നിച്ചു പോവുക എന്ന് പറയുന്നൊരു പ്രക്രിയ തങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാനും അവർ സന്നദ്ധരായിട്ട്. അപ്പോൾ ഇത്തരം പ്രലോഭനങ്ങളെയോ പ്രകോപനങ്ങളിലോ പെടാതിരിക്കാൻ മുസ്ലിം ന്യൂനപക്ഷം ശ്രദ്ധിക്കുകയും വോട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫലമാണോ നമ്മൾ ഈ കാണുന്ന തെരഞ്ഞെടുപ്പ് ഫലം? രാജീവ്, ഇതിനകത്ത് രസകരമായ 2 പോയിന്റാണുള്ളത്. ഒന്നെന്ന് പറയുന്നത്, മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കപ്പെട്ടു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നേരത്തെ OIC ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ അതുപോലുള്ള ചെറുകിട ഫ്രഞ്ച് എലമെന്റ്സിനെ ഉപയോഗിച്ചിട്ടും വോട്ട് വിഭജിക്കുന്ന ഒരു പരിപാടി ഗംഭീരമായിട്ട് BJP നടത്തിയിരുന്നു. അതായത് OIC BJPയുടെ തന്നെ ഒരു ഉപോൽപ്പന്നമാണ് എന്ന് ഇന്ത്യയിലെ മുസ്ലിം മൈനോറിറ്റി തിരിച്ചറിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗുണപരമായ ഒരു സാധനമാണ്. അപ്പം അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ശക്തമായ ഘടകമായത് അവരല്ല, ദളിത് വോട്ടുകളാണ്. നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഏതാണ്ട് 37 വോട്ടുകളാണ് ദളിത് സ്വാധീന മേഖലയിൽ നഷ്ടപ്പെട്ടത്.
37 സീറ്റുകൾ. 37 സീറ്റ് എന്ന് പറയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റിമറിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഏതാണ്ട് 8-9 സീറ്റുകൾ മാത്രമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ BJP നഷ്ടപ്പെട്ടത്. അതായത് ആ ഏകീകരണം കൊണ്ട് നഷ്ടപ്പെട്ടത്. ബാക്കിയുള്ള ഈ 37-38 സീറ്റുകൾ കംപ്ലീറ്റ് പോയിരിക്കുന്നത് ദളിത് മേഖലയിൽ നിന്നാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ കൃത്യമായി നമ്മൾ അതിനെ രാഷ്ട്രീയപരമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ 2 മുഖ്യമന്ത്രിമാരെയാണ് BJP അറസ്റ്റ് ചെയ്തത്. ഒന്ന് ഹേമന്ത് സോറനെയും ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെയും. നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്നാണ്. പക്ഷേ നമ്മൾ ഒന്നുകൂടെ സൂക്ഷ്മമായി നോക്കിയാൽ ഹേമന്ത് സോറന്റെ അറസ്റ്റാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചിരിക്കുന്നത്. കാരണം ഇത്രയേറെ ദളിത് വോട്ടുകൾ മറിയാനുള്ള ഒരു കാരണം ഇത് ഒന്ന് ഭരണഘടന ഇവർ തിരുത്തിയേക്കുമെന്ന ഭയം. നേരത്തെ വെങ്കടേഷ് സാറ് പറഞ്ഞതുപോലെ ബാബാ സാഹേബ് അംബേദ്കർ ആണ് ഇന്ത്യൻ ദളിതിന്റെ ദൈവം. അപ്പൊ അദ്ദേഹം ഉണ്ടാക്കി ഇന്ത്യൻ ഭരണഘടന അട്ടിമറിക്കുമോ എന്ന് പറയുന്ന ആ ഒരു ഭീതിയുടെ ഒരു സൈഡ്. രണ്ടാമത്തെ വശം എന്ന് പറയുന്ന ഹേമന്ത് സോറനെ പോലുള്ളൊരു ദളിത് വംശജനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് BJP ഗവൺമെന്റ് കാണിച്ച ഒരു ഉത്സാഹം. ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള 3-4 ഘടകങ്ങൾ 37 സീറ്റുകൾ ഏതാണ്ട് ദളിത് മേഖലയിൽ ഭൂരിപക്ഷം നേടാൻ നഷ്ടപ്പെടാൻ BJPക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 45ഓളം സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അപ്പൊ അങ്ങനെ അതൊരു വലിയ നമ്പറാണ്. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ. പിന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ മുഖംമൂടി അണിഞ്ഞ എന്നാൽ ഇന്റേണലി ഏറ്റവും കൂടുതൽ കമ്മ്യൂണലായ ഒരു സമൂഹമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതായത് 1990കളിൽ കേരളത്തിലെ ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് മുത്തലാഖ് നിരോധിക്കണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. EMSഉം നായനാരും ഒക്കെ ആ ധൈര്യം കാണിച്ച ആൾക്കാരാണ്. എന്നാൽ 2024 അത് പറയാൻ കേരളത്തിലെ പാർട്ടികൾക്ക് പോലും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായ ഒരു മാറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ വളരെ ഇന്റൻസ്ലി കമ്മ്യൂണലായ ഒരു സമൂഹമാണ് മലയാളികൾ. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ അതേ പോയിന്റ് ഞാൻ ആവർത്തിക്കുന്നു. കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള എന്നാൽ അവർ വിജയിക്കാത്തത് കൊണ്ട് മാത്രം വോട്ട് ചെയ്യാത്ത ഒരു 15% ബാക്കി കിടപ്പുണ്ട്. അത് ഭയങ്കര അപകടകരമായൊരു സംഖ്യയാണ്. ഈ തൃശ്ശൂരിലെ വിജയം എന്ന് പറയുന്നത് ഈ 15% ഉണർത്തി വിടുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം അടിമുടി മാറും. ഇതിനകത്ത് 2 ഘടകങ്ങളാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഒരിക്കലും ഇതിനെ രാഷ്ട്രീയമായിട്ട് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. നമ്മൾ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ പേഴ്സണൽ കരിസ്മ കൊണ്ടുണ്ടായ വിജയമാണ്. അതൊരു രാഷ്ട്രീയ വിജയമല്ല എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അത് കൃത്യമായ രാഷ്ട്രീയ വിജയമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം വന്ന് നേരിട്ടിടപെട്ട അല്ലെങ്കിൽ പ്രചരണത്തിനിറങ്ങിയ ഒരുപാട് സംഗതികളുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് സുരേഷ് ഗോപി BJPയുടെ രാജ്യസഭാ MP ആയിട്ട് പോയ ആളാണ്. അതിനുശേഷം ലോക്സഭയിൽ മത്സരിച്ച ആളാണ്. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് BJPക്കാരനാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് അവിടെ മത്സരിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും സുരേഷ് ഗോപിയുടെ വിജയത്തെ വ്യക്തിപ്രഭാവത്തിന്റെ വിജയമായി നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തെ തെറ്റി വായിക്കുകയാണ് എന്ന് ഞാൻ പറയും. കേരള രാഷ്ട്രീയം പൊട്ടാൻ പോകുന്ന വലിയൊരു ബോംബാണ്. കേരള രാഷ്ട്രീയത്തിന്റെ കമ്മ്യൂണലിസം എന്ന് പറയുന്നത് ഒരു വലിയ ബോംബാണ്. അതിനകത്ത് ദുഃഖകരം എന്ന് പറയട്ടെ, ഞാൻ ഏറ്റവും അധികം കുറ്റപ്പെടുത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് CPM ആണ്. കാരണം CPM കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്ന അതിമാരകമായ ഒരു വർഗീയതയുണ്ട്, ഒരു വർഗീയ പ്രീണനമുണ്ട്. അതായത് ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഇത്തവണ CPMന്റെ ഉറച്ച അണികൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും അവര് CPMന്റെ ഭാരവാഹിത്വത്തിലിരിക്കുകയും കുടുംബമായി CPM കുടുംബമായിട്ട് അറിയപ്പെടുകയും വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ വാട്സാപ്പിലും ഫേസ്ബുക്കിലും CPMന് വേണ്ടി പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ കൂട്ടമായിട്ട് തിരുവനന്തപുരത്തും തൃശ്ശൂരും BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു വളരെ നിശബ്ദമായ മൂവ്മെന്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഭീതിജനകമായ ഒരു മൂവ്മെന്റ് ആണ്. നമ്മളതിനെ ഒരിക്കലും കണ്ടില്ലെന്ന് അടിച്ചുകൂടും. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കേസിൽ TN പ്രതാപന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പണി തൃശ്ശൂർ നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇത്തരക്കാർക്കെതിരെ പക്ഷേ കോൺഗ്രസ് നടപടിയെടുക്കില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഇത്രയും കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ഫംഗ്ഷനുകളിൽ ഒന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുന്നതിൽ പാരവെക്കുന്ന നേതാക്കന്മാരെ ആ പാർട്ടിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പാണ് കോൺഗ്രസിനുള്ളത്. അവരിക്കാര്യത്തിൽ നടപടി എടുക്കാത്തടത്തോളം കാലം ഇനി വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെ ആവർത്തിക്കും. ശശി തരൂര് തിരുവനന്തപുരത്ത് ജയിച്ചത് കഷ്ടിച്ച് ജയിച്ചതാണ്. അതിന് കാരണം മനസ്സിലാക്കണം. നമ്മള് സത്യസന്ധമായിട്ടും വളരെ കൃത്യമായിട്ടും ഈ പറഞ്ഞ കൊടിക്കുന്ന് സുരേഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഇവരൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥ വരുമെന്ന് ചോദിച്ചാൽ കൃത്യമായ ആന്റി ഇൻകംബൻസി ഇവർക്ക് എല്ലാവർക്കും എതിരെ ഉണ്ട്.
ഈ ആന്റി ഇൻകംബൻസിയെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പരിഹരിക്കാനുള്ള ഒരു സംവിധാനവും കോൺഗ്രസിന്റെ സംഘടനാ തലത്തിൽ ഉണ്ടാവുന്നില്ല. കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചത് ഈ പറഞ്ഞതുപോലെ മറ്റ് അതിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി ഒരുപക്ഷെ അരുൺകുമാർ അടുത്ത തവണ കൂടെ മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൊടിക്കുന്നിലിനെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത് പാർലമെന്റ് ഇലക്ഷൻ ആയതുപോലും മതന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് മൂലം മാത്രമാണ് ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുന്നത്. ശശി തരൂരിന്റെ കേസിൽ തിരുവനന്തപുരം സംഘടനാ മിഷണറി, കോൺഗ്രസിന്റെ സംഘടനാ മിഷണറി ഒന്നടങ്കം തളർന്നു കിടക്കുകയായിരുന്നു. അതിനകത്ത് വലിയൊരു പങ്ക് ശശി തരൂരിനുണ്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരിന്റെ ചുറ്റി നിൽക്കുന്ന ശശി തരൂർ ഇപ്പോഴും ഒരു തിരുവനന്തപുരത്തിന്റെ MP ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ശശി തരൂർ ഇപ്പോഴും ഒരു വിശ്വപൗരനായിട്ട് നടക്കുകയാണ്. അദ്ദേഹം മണ്ഡലത്തിലെത്തുകയോ മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയോ അതിനേക്കാൾ കൂടുതലായിട്ട് മണ്ഡലത്തിലെ പാർട്ടി കേഡറുമായിട്ട് സംവദിക്കുകയോ ചെയ്തില്ല. തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തില് വലിയ പരാതികളുള്ള ഒരു സാധനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ DCC നേതാക്കന്മാർ അടക്കമുള്ളവർക്ക് ശശി തരൂരിന് ആക്സസ് ഇല്ല. ശശി തരൂരിന്റെ ഈ പറഞ്ഞ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫുകളുടെ ഒരു കോട്ടറിയില് ഒരു സംഭവത്തില് ശശി തരൂർ കുടുങ്ങി കിടക്കുകയാണ്. അദ്ദേഹം ഇവർക്കാർക്കും വേണ്ടുന്ന അവസരങ്ങൾ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിനകത്തുണ്ട്. അപ്പം ഈ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയ സീറ്റുകൾ എന്ന നിലയ്ക്കാണ് ഞാൻ ഈ മാവേലിക്കരയും തിരുവനന്തപുരത്തൊക്കെ കാണുന്നത്. കാരണം ഇന്നലെ വന്നിറങ്ങിയ രാജീവ് ചന്ദ്രശേഖറിന് ഇത്രയും വലിയൊരു ഫൈറ്റ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇതുവരെ തിരുവനന്തപുരത്ത് യാതൊരു ബന്ധവുമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഒരു തെരഞ്ഞെടുപ്പിന് വെറും 2, 3, 4 ആഴ്ച മുമ്പ് വന്നിറങ്ങിയിട്ട് 2ാം സ്ഥാനത്തെത്തുകയാണ്. അതായത് 1ാം സ്ഥാനക്കാരനെ പലവട്ടവും പരാജയപ്പെടും എന്ന് പറയാൻ ഒരു പ്രത്യേക ഘട്ടം വരെ വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് നിൽക്കുകയാണ്. ഇതൊരു നിസ്സാരപ്പെട്ട സംഗതിയല്ല. അപ്പം ഞാൻ പറഞ്ഞൊരു പോയിന്റ്, സുരേഷ് ഗോപിയുടെ വിജയത്തെ BJPയുടെ വിജയമായിട്ട് തന്നെ കാണുക. അങ്ങനെ കാണാതിരിക്കുന്നിടത്തോളം കാലം നമ്മൾ വീണ്ടും അബദ്ധങ്ങൾ കാണിക്കുകയാണ്. അപ്പം കമ്മ്യൂണലായിട്ട് ഏറ്റവും അധികം മുറിവേറ്റ അത് CPMന്റെ ഒരു വലിയ തന്ത്രം, ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്. CPM ഇപ്പൊ കേരളത്തിൽ പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഞാനതിനെ ജാതി മതപരമായിട്ടൊന്ന് വിഭജിച്ച് പറഞ്ഞാല് അതേതാണ്ട് ഇങ്ങനെയാണ്. സമാജ്വാദി പാർട്ടി UP നടപ്പിലാക്കിയ അതേ തന്ത്രമാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ CPM ശ്രമിക്കുന്നത്. അതായത് OBC പ്ലസ് മുസ്ലിം എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ബേസ് ആണ് CPM ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതായത് അവരതിനകത്ത് കണക്ക് കൂട്ടിയത് പ്രത്യേകിച്ച് കേരളത്തിലെ SNDP വിഭാഗം, അതാണ് അവരുടെ യാദവർക്ക് തത്തുല്യമായിട്ട് ഇവിടെ കാണുന്നത്. കാരണം അവർ ഉറച്ച കേഡറാണ്, അപ്പോൾ അവര് ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു വിഭാഗം. രണ്ടാമത്തെ കേസ് നായർ സമുദായം കുറെ BJPയിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് അതിനെ വിട്ടുകളയാം എന്ന് പറയുന്ന ഒരു ഫീലിംഗ്. രണ്ടാമത്തത് SP ചെയ്തതുപോലെ മുസ്ലിം വിഭാഗത്തിന്റെ ഒരു മൊത്തത്തിലൊരു സംഭവമായിട്ട് മാറുക. അപ്പൊ അതിന് CPM നടത്തുന്ന ഏറ്റവും വലിയ 1-2 ശ്രമങ്ങളുടെ ഇതെന്ന് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ രാമക്ഷേത്രം പണിത സമയത്ത് ഒരുപക്ഷെ SDPIയോ അല്ലെങ്കിൽ PDPയോ പോലുള്ള പാർട്ടികൾ പറയുന്നതിനേക്കാൾ കടുത്ത വർഗീയത ഉപയോഗിച്ചൊരു പ്രസ്ഥാനമാണ് CPM. അതായത് നമ്മളൊരു സാധാരണ മനുഷ്യനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വർഗീയതയാണ്. ഞാൻ ഇതിനെപ്പറ്റി മുസ്ലിം ലീഗിന്റെ ഒരു ഉയർന്ന നേതാവായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോടൊക്കെ പറഞ്ഞൊരു സംഗതി, ഇന്ത്യയിലെ മുസ്ലിങ്ങള് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് രാമജന്മഭൂമി വിഷയത്തില് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ധാരണ എന്ന് പറയുന്നത് കോടതിയുടെ നിലപാട് എന്തായാലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ വിഷയത്തിന്റെ അവസാനം വേണം. ഈ വിഷയത്തിന്റെ അവസാനം സുപ്രീം കോടതി പറയുന്ന ഒരു തീരുമാനത്തിൽ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ തീരുമാനം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വിധിയിൽ സംതൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഈ സംഭവത്തിന്റെ അവസാനം വേണം എന്നുള്ളത് കൊണ്ട് ആ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് സ്ഥലം തന്നു, ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയാൻ സ്ഥലം കൊടുത്തു. ആ ക്ഷേത്രം പണിയാൻ കൊടുത്ത സ്ഥലത്ത് അവർ ക്ഷേത്രം പണിതു. അതിനകത്ത് നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്നാണ് അവരൊക്കെ ചോദിച്ചത്. കാരണം ആ പ്രശ്നം അവിടെ തീർന്നു, അത് വിട്ടുകളാ. അപ്പം ഈ തരത്തിലുള്ള ഒരു വലിയ വർഗീയത, കാരണം ഞാൻ ഈ CPMന്റെ കേസ് പ്രത്യേകം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ CPMന് ഒരു വലിയ ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സ് ആണ്. അതായത് കേരളത്തിലെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് CPM ആണ്. അതായത് നോക്കുകൂലി കേരളത്തിൽ ശരിയാകുന്നത് അത് CPM അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ കാരണം അത് ശരിയാവാൻ അല്ലെങ്കിൽ കേരള സമൂഹത്തിന് ഒരു കഥയില്ലല്ലോ, ഒരിക്കലും പറ്റില്ലല്ലോ. ലോകത്ത് ഒരു സമൂഹത്തും നടപ്പിലാവാത്ത ഒരു സംഗതിയാണ് നോക്കുകൂലി എന്ന് പറയുന്നത്. അത് കേരളത്തിൽ എന്തുകൊണ്ട് നടപ്പിലാകുന്നു? അതിനെ CPM സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തലത്തിൽ. അപ്പൊ അതുകൊണ്ട് മാത്രം ശരിയാവുന്നില്ല. അതുകൊണ്ട് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത് CPM ആണ്. അപ്പൊ CPM ഇതിനകത്ത് എടുക്കുന്ന ഓരോ നിലപാടുകളും കേരള സമൂഹത്തിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവായാലും നെഗറ്റീവായാലും. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു എന്താ പറയുന്നത്, അടിസ്ഥാനപരമായിട്ട് ഈ ജാതി മത വർഗീയത
എല്ലാ കാലത്തും പൊളിറ്റിക്സിലുണ്ട്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ ഇവിടെ SNDPക്കും NSSനും ഒക്കെ പാർട്ടികൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും ഇല്ലായിരുന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം നമുക്ക് കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ടൊരു വലിയ വർഗീയ വിരുദ്ധ, ജാതീയ വിരുദ്ധ സമീപനവും കേരളത്തിൽ ശക്തമുണ്ടായിരുന്നു. അത് നമുക്കിപ്പോ ഏറെക്കുറെ നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ പരാജയത്തെ കാണാൻ. റൈറ്റ്. ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണനിലേക്ക് കൂടി ഈ വിഷയത്തിൽ പോകുന്നുണ്ട്. കേരളത്തിലെ ഈ വിജയം അത് രണ്ട് മുന്നണികൾക്കും വലിയ തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് വ്യക്തമാണ്. കാരണം വെച്ചാൽ തൃശ്ശൂരെ വിജയം മാത്രമല്ല ഞാൻ പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തെ 2ാം സ്ഥാനം, തുടർച്ചയായ 2ാം സ്ഥാനം ആറ്റിങ്ങലിലും ആലപ്പുഴയിലും അതുപോലെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഉണ്ടായത്രയില്ല, പക്ഷേ എങ്കിൽ പോലും സാമാന്യം പോലെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പല മണ്ഡലങ്ങളിലും സാമാന്യം പോലെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് മുന്നണികൾക്കും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവരത് മനസ്സിലാക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് ഫലം അവരെ അത് മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കുമോ? ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. സത്യം പറഞ്ഞാൽ 2013 ജൂലൈ മാസം മാതൃഭൂമി വാരികയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത സമയത്ത്, അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയുള്ള എൻ്റെ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി വാരികയിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളത്തിന്റെ ഡ്രോയിങ് റൂം സ്പേസിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുള്ള വലിയ സ്വീകാര്യത ഇത് 2013 അതായത് 11 വർഷം മുമ്പ് തന്നെ കേരളത്തിലെ മിഡിൽ ക്ലാസ് ഡ്രോയിങ് റൂം സ്പേസിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത് ശ്രീത്ത് പറഞ്ഞതുപോലെ അത് പിന്നെ എല്ലാ പാർട്ടികൾക്കകത്തും, അതായത് കോൺഗ്രസിനകത്തും CPM-നകത്തുമുള്ള എല്ലാ പാർട്ടികൾക്കും അകത്തുമുള്ള ഒരു ക്ലോസറ്റ് ഹിന്ദുത്വ സംഘം എല്ലാ പാർട്ടികൾക്കും അകത്തുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. പിന്നെ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങനെ കാണുമ്പോൾ ഈ രീതിയിൽ ജയിക്കാൻ സഹായകമായിട്ടുള്ള ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ഇവിടെ വളർന്നു വരുന്ന ഈ ഡ്രോയിങ് റൂം ആക്സെപ്റ്റൻസ് മാത്രമല്ല. ഇതിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നി ഈ ഇലക്ഷൻ ടിൽറ്റ് ചെയ്തത്, സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ഈ ഇലക്ഷൻ ടിൽറ്റ് ചെയ്തത് കോൺഗ്രസിന്റെ അകത്തുനിന്നുള്ള മാസീവായിട്ടുള്ള വോട്ടിന്റെ ചോർച്ച തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ കാണാതിരുന്നൊരു കാര്യമില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഈ വളരെ രീതിയിൽ സിബി സത്യൻ പറഞ്ഞതുപോലെ ഒരു ഡീല് നടത്തിക്കൊണ്ടും സുരേഷ് ഗോപി വളരെ ദീർഘകാലത്തെ പിന്നെ ഇന്ററാക്ഷൻസ് വഴിയും അതുവഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്ഷൻസ് വഴിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻറോഡ്സ് ആണ്. പക്ഷെ അതൊക്കെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പോളിറ്റിക്സിന്റെ ഭാഗമാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ ചാൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മോദി സുരേഷ് ഗോപിക്ക് പിറകെ ഇത്ര ശക്തമായിട്ട് നിലയുറപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് വരികയും ഒരു ക്ലാസിക് കേസായിട്ട് തൃശ്ശൂരിനെ ഏറ്റെടുക്കുകയും അവിടെ ഇത്ര ഇന്റൻസീവായിട്ടും ഇപ്പൊ തൃശ്ശൂരിലെ ഈ ഇലക്ഷന്റെ പോളിംഗ് നടന്ന ദിവസം ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം, അത് ഇൻഡിപെൻഡന്റ് സോഴ്സസ് നിന്നും കേൾക്കുകയുണ്ടായി, CPM സോഴ്സസ് നിന്നും കേൾക്കുകയുണ്ടായി. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുതിയ വോട്ടുകൾ അവിടെ ചേർക്കുകയും, പുതിയ വോട്ടുകൾ ചേർക്കുക എന്ന് വെച്ചാൽ പഴയ വോട്ടുകൾ ലാപ്സായി പോയിട്ടുള്ള വോട്ടുകൾ, ഇപ്പൊ അമേരിക്കയിലും ദുബായിലും അങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെയുള്ള കേരളത്തിൽ വന്ന് വോട്ട് സാധാരണഗതിയിൽ വോട്ട് ചെയ്യാത്ത ഏതാണ്ട് 1.5 ലക്ഷം ആൾക്കാരുടെ വോട്ടുകൾ രണ്ടാമതായി ചേർക്കുകയും അതിൽ ഏതാണ്ട് 30,000 പേർക്ക് അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തു, ഇൻക്ലൂഡിങ് വിമാന യാത്രാ സൗകര്യം അടക്കം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവന്ന് സംഘടിതമായിട്ട് വോട്ട് ചെയ്യിപ്പിച്ചു. അതിപ്പം ഇതിൽ പല ആൾക്കാരും ഇവിടെ ഫ്ലാറ്റ് വാങ്ങുകയും ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ട് ബോംബെയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ പോയെന്ന് അങ്ങനത്തെ ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം വോട്ടുകൾ രണ്ടാമത് ചേർക്കുകയും എന്നിട്ട് അവർക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടുവന്ന് ഇവിടെ വോട്ട് ചെയ്യിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ വോട്ടിംഗ് നടന്ന ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അപ്പൊ BJP അവരുടെ പിന്നെ ആവശ്യത്തിന് വേണ്ടി ഉള്ള പിന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയം വളരെ ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പൊ അമിത്ഷായ്ക്കും മോദിക്കൊക്കെ പറ്റിയെന്ന് വെച്ചാൽ ഈ ക്രിയാത്മകത തലയ്ക്ക് പിടിക്കുന്ന സമയത്ത് അവസാനം ഇതൊരു ഓവർ കില്ലായി മാറും. ഈ റൊണാൾഡ് റീഗൻ സ്റ്റാർ വാർസിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഈ ഓവർ കില്ലായി മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ബൂമറാങ് സംഭവിക്കുന്നത്, തിരിച്ചടി സംഭവിക്കുന്നത്. ഇപ്പം മറ്റുള്ള പാർട്ടികളിൽ നിന്ന് പിന്നെ നേതാക്കന്മാരെ മുഴുവൻ വലിച്ചു കൊണ്ടുവരിക, അവരെ ഒക്കെ ഈ BJPയുടെ സംഘടനാ സമ്പ്രദായത്തിനകത്തേക്ക് ചുരുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അത് സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക,
ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സിബി സത്യം പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കും ഐ വുഡ് ലൈക്ക് ടു കൗണ്ടർ ഹിം. എന്താ വെച്ചാല് ഈ അയോധ്യ പ്രശ്നം 1986 മുതൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഈ കോടതി വിധിയെ, ശരിയാണ് 1992 ബാബറി മസ്ജിദ് പൊളിച്ച സമയം മുതൽ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള കമ്മിറ്റിയുടെ നേതാക്കന്മാർ, സഫറിയ ബിലാവിനെ പോലുള്ള വലിയ നേതാക്കന്മാരൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണോ കോടതി വിധി അത് ഞങ്ങൾ അനുസരിക്കുമെന്നാണ്. പക്ഷേ ഈ കോടതി വിധി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ, നീതിയുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള വിധിയാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ കോടതി വിധി വായിച്ചാൽ തന്നെ അറിയാം. ആ കോടതി വിധിയിൽ ക്രിമിനൽ കുറ്റമായിട്ട് കണ്ടിട്ടുള്ള 2 കാര്യങ്ങളെ അത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് 1949 പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തിയതും 92 പള്ളി പൊളിച്ചതും രണ്ടും ക്രിമിനൽ കുറ്റമാണെന്ന് ഈ കോടതി വിധിയുടെ ന്യായത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആ പൊളിച്ച ആൾക്കാർക്ക് തന്നെ വിധി കൊടുക്കുന്ന സംഭവത്തെ അതിനെ മാനം മര്യാദയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയക്കാരാരായാലും അവർ അതിനെ എതിർത്തു തന്നെ ചെയ്യും. ഞാൻ ആ വിധി വന്ന ദിവസം പരസ്യമായിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ പറഞ്ഞത് ഇത് ഇന്ത്യൻ ജുഡീഷ്യറി ചരിത്രത്തിലെ ഒരു കറുത്ത ദിവസമാണെന്നാണ്. എന്നിട്ട് BJP നേതാവ് ചോദിച്ചത് ഓൺ റെക്കോർഡ് പറയുകയാണ് നിങ്ങൾ അകത്ത് പോകും. ഞാൻ പറഞ്ഞ അകത്ത് പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ കോടതി വിധിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഏത് മുസ്ലിം ലീഗിന്റെ നേതാവ് വന്നാലും അയാളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. അയാളുടെ കൂടെ ഒരു സെക്യുലർ പാർട്ടി ഉണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. തീർച്ചയായും CPM കേരളത്തില് മതനിരപേക്ഷമായ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതിന്റെ കേരളത്തിന്റെ സൊസൈറ്റിയെ ഒരു ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഒരുപാട് അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ സിബി സൂചിപ്പിച്ച ഈ സാധനം അപജയമല്ല. പക്ഷെ അതെല്ലാം അവിടെ നിൽക്കട്ടെ. തൃശ്ശൂരിലെ വിധി ഒരു ചൂണ്ടുവലകയാണ്. ആ ചൂണ്ടുവലക എല്ലാവരും വളരെ കൃത്യമായിട്ട് കാണേണ്ട ആവശ്യമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് വേറൊരു മീറ്റിംഗിലേക്ക് കൂടെ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതിന് ഒരു സെക്കൻഡ് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാറേ, ഒരു കാര്യം കൂടെ ഞാൻ സാറിന്റെ പറയാം. അതായത് സാറിപ്പോ പറഞ്ഞു ഈ വിധി അംഗീകരിക്കാതിരിക്കുക നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. എതിർത്തു ചെന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവര് കൃത്യമായിട്ട് ഈ കഴിഞ്ഞ ജനുവരിയിലാണോ ഫെബ്രുവരിയിലാണോ രാമജന്മ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ജനുവരിയിലാണെന്ന് തോന്നുന്നു അല്ലെ? ജനുവരിയില് ഈ ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നിലുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞ സാറിന് അറിയാമല്ലോ. അതായത് അവരാഗ്രഹിക്കുന്നത് പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഭാഗം മുസ്ലിം ജനത പ്രതികരിക്കണം. ആ പ്രതികരണത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് കൂടുതൽ ഈ 400 സീറ്റിലേക്കുള്ള അവരുടെ യാത്ര കൂടുതൽ സുഗമമാകുന്നത് എന്ന കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അവരതുമായിട്ട് വന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനല്ല. ഇത് വേറൊരു ചർച്ചയാണ്. ഇതൊരു വലിയ ചർച്ച. ഈ വിഷയത്തെ പറ്റിയിട്ട് 1986 മുതൽ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മൾ തൽക്കാലത്തേക്ക് അത് ഈ പറഞ്ഞതുപോലെ തന്നെ അത് വേറൊരു ചർച്ചയാണ്. അത് കുറെ കൂടെ ആഴത്തിൽ കുറെ കൂടെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് വേറൊരു വിഷയമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അതൊരു ഭാഗമായിരുന്നു എന്നുള്ളത് പ്രസക്തവുമാണ്. പക്ഷേ ആ ഭാഗമാക്കാൻ ശ്രമിച്ചവർ അവരുദ്ദേശിച്ച ഫലം കാണാതെ പരാജയപ്പെട്ട് നിൽക്കുന്ന, വിജയമാണെങ്കിൽ പോലും പരാജയപ്പെട്ട് നിൽക്കുന്ന, മുന്നണി എന്നുള്ള നിലയ്ക്ക് സാങ്കേതികമായ വിജയമാണെങ്കിൽ പോലും പരാജയപ്പെട്ട് നിൽക്കുന്ന കാഴ്ചയിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രാഥമികമായ ഘട്ടത്തിലുള്ള വിശകലനം മാത്രമാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നവർക്ക് ഏതേത് മേഖലകളിൽ എങ്ങനെയൊക്കെയാണ് വോട്ടുകൾ മാറി മറിഞ്ഞത്, ഏത് സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ വിഭാഗങ്ങളുടെ വോട്ട് BJPക്ക് നഷ്ടമായത്, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ കിട്ടിയത്, ഇത്തരം വിവരങ്ങളൊക്കെ കൂടുതൽ പുറത്തേക്ക് വരുന്ന മുറയ്ക്ക് നമ്മൾ വിശദമായി ഈ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കും. കേരളത്തിലെ ഫലങ്ങളുടെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് കേരളത്തിലെ ഫലത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ സംസാരിക്കും. തൽക്കാലം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പൊരുളെന്ത് എന്ന അന്വേഷണം പ്രാഥമികമായ ഘട്ടത്തിൽ നടത്തിയത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് വാട്സാപ്പിൽ കിട്ടിയ ഒരു മെസ്സേജ് മാത്രം വായിക്കുന്നു. റൈറ്റ്. Indian voters have given a verdict that will be remembered for a very long time by the world and also Indian politicians. They have given BJP and partners a victory that feels like a defeat. They have given the Congress alliance a defeat that feels like a victory. Great. Really good. Exactly. റൈറ്റ്, എക്സാക്ട്ലി. ഈ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വളരെ ക്രിസ്പായ, വളരെ സൂക്ഷ്മമായ, വളരെ കൃത്യമായ ഒരു വിശകലനമായിട്ട് നമുക്ക് ആ വാചകങ്ങളെ കാണാവുന്നതാണ്.
ആ വാചകങ്ങളോടുകൂടി ഈ അവലോകന ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.